എം ഫേവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ്സ് ഓൺ ദി എൻവയോൺമെന്റ്, റെഫ്യൂജി, ഇൻഡിജിനസ് പീപ്പിൾ. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ആണ് ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്രയും വേഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ്സ് ഓൺ എൻവയോൺമെന്റിനെ കുറിച്ച് പറയാം. അപ്പൊ കുറെ ട്രീറ്റീസ്, കൺവെൻഷൻസ്, പ്രോട്ടോകോൾ, എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ട് ഗ്ലോബൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നമുക്കറിയാം, നമ്മളുടെ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ അല്ലെ. ഓരോരുത്തരും അത് സംരക്ഷിച്ചാൽ മാത്രമേ ഇപ്പോഴുള്ളവർക്കും ഇനി ഫ്യൂച്ചറിനും നിലനിൽപ്പുള്ളൂ. അപ്പൊ നമുക്കും ഇത് നല്ലൊരു അന്തരീക്ഷമായിരിക്കണം, നല്ലൊരു പരിസ്ഥിതി ആയിരിക്കണം, നല്ല വായു കിട്ടണം, നല്ല ജലം കിട്ടണം. അപ്പൊ നമുക്ക് മാത്രമല്ല, ഇനി വരാൻ പോകുന്നവർക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കരുതി വെക്കുക കൂടി വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പലതരം ഉടമ്പടികള്, ട്രീറ്റീസ്, കൺവെൻഷൻസ്, പ്രോട്ടോകോൾസ്, എഗ്രിമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ തടി കൊണ്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. കാർബൺ പൂർണ്ണമായും നിരോധിക്കാൻ പോകുന്നു. പല പല രാജ്യങ്ങളും അങ്ങനെ അവർ കൺട്രോളിലേക്ക് എത്തിക്കുന്നു. പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ എന്താണ് എന്ന് നോക്കാം. 1972 സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ. അപ്പൊ UN കോൺഫറൻസ് ആണ്. ഇത് ഹ്യൂമൻ എൻവയോൺമെന്റിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഡിക്ലറേഷൻ ആണ് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ. അപ്പൊ ആദ്യത്തെ തന്നെ മേജർ ഗ്ലോബൽ എൻവയോൺമെന്റ് ഡിക്ലറേഷൻ ആണ്. ആദ്യ മേജർ ഗ്ലോബൽ എൻവയോൺമെന്റ് ഡിക്ലറേഷൻ ആണിത്. അപ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണം. ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന മരങ്ങളെല്ലാം വെട്ടിമുറിക്കുന്നു, കുളം ഉണ്ടെങ്കിൽ നികത്തുന്നു, പാടമുണ്ടെങ്കിൽ നികത്തുന്നു. അപ്പൊ ഡെവലപ്മെന്റ് വേണം, പക്ഷേ പരിസ്ഥിതിക്ക് ഹാനികരമാകാത്ത രീതിയിലായിരിക്കണം ഡെവലപ്മെന്റ്. നേരത്തേക്ക് നമുക്ക് വയലുകളൊക്കെ ഇഷ്ടാനുസരണം എന്ത് ചെയ്യാമായിരുന്നു, നികത്തി മാറ്റാമായിരുന്നു. വനമൊക്കെ വെട്ടിമുറിച്ച് നമുക്ക് അങ്ങോട്ടൊക്കെ വീട് വെച്ച് പോകാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒത്തിരി സ്ട്രിക്ട് റൂൾസ് ഉണ്ട്, നമുക്ക് അങ്ങനൊന്നും പറ്റില്ല. അപ്പൊ ഇന്റർനാഷണൽ കോർപ്പറേഷൻ വേണം. ഇപ്പൊ നമ്മൾ ഇവിടെ വനം വെട്ടിമുറിച്ചാൽ പോലും ലോകം മുഴുവൻ അതിന്റെ കാലാവസ്ഥ മാറി മറിക്കും. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവലിൽ അതിനൊക്കെ ഒരു കോർപ്പറേഷൻ വേണം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണം, ഇന്റർനാഷണൽ കോർപ്പറേഷൻ വേണം. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മേജർ ഗ്ലോബൽ എൻവയോൺമെന്റ് ഡിക്ലറേഷൻ ആണ് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ. വർഷം പഠിക്കണം 1972. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCC. എന്താണ് UNFCC? യുണൈറ്റഡ് നേഷൻ. F ഫോർ ഫ്രെയിംവർക്ക്, C ഫോർ കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് 1992 ഇതുണ്ട്. ഇതൊക്കെ റീസെന്റ് ആയിട്ടാണ് നടന്നിരിക്കുന്നത് അല്ലെ. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ അടുത്ത കാലങ്ങളിലാണ് ഇത്തരം കൺവെൻഷൻസും ഒക്കെ നടക്കുന്നത്. കാര്യം പണ്ടെന്ന് വെച്ചാൽ ഇത്രത്തോളം മലിനീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. വാഹനങ്ങൾ ഇത്രത്തോളം ആകുന്നതും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ ഇത്രത്തോളം വരുന്നതും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഇത്രത്തോളം കൂടുന്നതൊക്കെ ഈ ഒരു സമയങ്ങളിലാണ്. അപ്പൊ അങ്ങനെ കൂടി വന്നപ്പോഴാണ് പരിസ്ഥിതിക്ക് ഇത്ര പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് ആളുകൾ മനസ്സിലാക്കുകയും ലോകരാജ്യങ്ങൾ ഇതിനുവേണ്ടി സംഘടിക്കുകയും ചെയ്യുന്നത്. ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് UNFCC. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഏതൊക്കെ? ഏറ്റവും വലിയ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. മീഥേനും നൈട്രസ് ഓക്സൈഡും ഒക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്, ഹരിതഗൃഹ വാതകങ്ങളാണ്. അതിൽ ഏറ്റവും പ്രശ്നക്കാരൻ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഭൂമിയിലേക്ക് ഒരു നിശ്ചിത അളവ് കാർബൺ ഡൈ ഓക്സൈഡ് എത്താറുണ്ട്. ഇത് നമ്മുടെ ചെടികൾക്കൊക്കെ വളരെ ആവശ്യമാണ്. അവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നതിന് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അങ്ങനെയാണ് C6H12O6 എന്നറിയപ്പെടുന്ന ഗ്ലൂക്കോസ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും തിരിച്ചു പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും, ഇപ്പൊ ബഹിരാകാശത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വന്നു തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഇത് ഈക്വൽ ആയിരിക്കണം. ഇത് ഈക്വൽ ആണെങ്കിൽ തുല്യത വേണം, ഈക്വൽ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്.
ഇത് ഈക്വൽ അല്ല, വരുന്നത് ഇവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ധാരാളം മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ വീണ്ടും ഈ വരുന്നത് കൂടാണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വാഹനങ്ങളുടെ പുക, ഫാക്ടറീസിന്റെ പുക, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കൂടുകയാണെങ്കിൽ ഇത് എന്തിനു കാരണമാകുന്നു? ഇത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു, ആഗോള താപനത്തിന് കാരണമാക്കുന്നു. അപ്പൊ ഭൂമി കൂടുതൽ ചൂടായി മാറും. പിന്നെ വനം വെട്ടി നശിപ്പിച്ചു. വനം വെട്ടി നശിപ്പിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് മാറ്റുന്നത് സസ്യങ്ങളാണ്. അപ്പൊ വനമെല്ലാം വെട്ടി നശിപ്പിച്ചാൽ ആ സസ്യങ്ങൾ കുറയുകയാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ അത്രയും കൂടെ വിഴുങ്ങാൻ ആളില്ലാതാവുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് മറ്റൊരു വശം. അപ്പോ basis for the future protocols like Kyoto Protocol, Paris Agreement, ഇതിന്റെയൊക്കെ ഒരു ബേസിസ് പ്രോട്ടോകോൾ കൂടിയാണ് UNFCCC 1992 എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത് നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോളിലേക്ക് പോവുകയാണ്. 1997 ഇത് നടന്നത്. ഇത് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസ് ഈ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന, അതായത് അവര് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ പുറത്തു തള്ളുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾ അമിതമായി ഉപയോഗിക്കുന്നു, ഫാക്ടറീസ് ഇഷ്ടം പോലെയുണ്ട്, വാഹനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യുന്നു? അവര് പുറത്തു വിടുന്നുണ്ട്, എമിഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് സെറ്റ് ആക്കണം. ഇത്ര ശതമാനത്തിൽ കൂടുതൽ നിങ്ങൾ പുറന്തള്ളാൻ പാടില്ല, ബാക്കിയുള്ളവർ കൂടി അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ ആ ഒരു ബൈൻഡിങ്ങിലേക്ക് പോവുകയാണ്. ടാർഗറ്റ് ചെയ്യപ്പെട്ടു, ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര ശതമാനം കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെന്റ് വരുന്നു. അതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഓപ്പറേഷൻ അണ്ടർ ദ UNFCCC ഫ്രെയിംവർക്ക് ആണ്. ഇതിന്റെ അണ്ടറിലാണിത് ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ ജപ്പാനിൽ കൂടിയതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ 1997. അങ്ങനെ 1997 ക്യോട്ടോ പ്രോട്ടോകോള് നല്ല രീതിയിൽ സക്സസ് ആയി. അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അടുത്തത് വന്നു 2015 പാരീസ് എഗ്രിമെന്റ്. എന്താണ് വന്നത്? പാരീസ് എഗ്രിമെന്റ്. അപ്പൊ ഗ്ലോബൽ ക്ലൈമറ്റ് UNFCCC തന്നെ കൊണ്ടുവന്നതാണ്. ഇതും ഗ്ലോബൽ വാർമിംഗ് മാറ്റണം, 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു എയിം വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ കൺട്രീസ് സബ്മിറ്റ് ചെയ്തു നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. അപ്പൊ അവര് നാഷണലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ഇത് പാരീസ് എഗ്രിമെന്റ് 2015 പാരീസ് എഗ്രിമെന്റ് വന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 പിന്നെ നമുക്ക് വേണ്ടത് UNFCCC 1992 ആണ്. ഇനി കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി 1992 ആണ്. CBD എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം. കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ്. നമ്മുടെ ഈ ഒരു ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കണം. സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഇറ്റ്സ് കമ്പണൻസ്, ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് ഫ്രം ജനറ്റിക് റിസോഴ്സസ്. അപ്പൊ നമുക്ക് പ്രകൃതി തന്നെ നൽകിയ വരദാനമാണ് ഈ കാണുന്ന വെള്ളമാണെങ്കിലും നമ്മുടെ മലകളാണെങ്കിലും, അല്ലെ, മലകളാണ് ശീതക്കാറ്റ്. നമ്മുടെ ഉത്തരപർവ്വത മേഖല തന്നെ ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തി നമുക്ക് നല്ലൊരു കാലാവസ്ഥ വരുന്നു. മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി നല്ല മഴ നൽകുന്നു. അപ്പൊ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പ്രകൃതി നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ബയോഡൈവേഴ്സിറ്റി നമ്മളിവിടെ നിലനിർത്തണം. അല്ലെങ്കിൽ സസ്യജാലങ്ങളാണെങ്കിലും ജന്തുജാലങ്ങളാണെങ്കിലും എല്ലാം ചത്തൊടുങ്ങും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പിന്നെ ആവാസ വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. അതൊക്കെ മനുഷ്യന് തന്നെ ദോഷമായി തീരും. അപ്പോൾ നമ്മൾ ഇത് കൃത്യമായി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ്. കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, വൈൽഡ് ഫൗണ ആൻഡ് ഫ്ലോറ. നമുക്കറിയാം ചില ജീവജാലങ്ങൾ അപ്രത്യക്ഷമായിട്ടുണ്ട്, അല്ലെ, ചിലതാണെങ്കിൽ ഇപ്പോഴും വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. അപ്പോൾ അത് ചില ചെടികളാകാം, ചില ജീവികളാകാം. അപ്പൊ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കണം. എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ പ്രിവെന്റ് ചെയ്യണം. അവര് നശിച്ചു പോകുന്നതിൽ നമ്മൾ സംരക്ഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് 1973 ഈ കൺവെൻഷൻ. പിന്നെ ബേസൽ കൺവെൻഷൻ ഉണ്ട് 1989. ഇത് ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ്സ് ഓഫ് ഹസാർഡസ് വേസ്റ്റ് ആൻഡ് ദെയർ ഡിസ്പോസൽ. അപ്പോൾ വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു മീറ്റിംഗ്. ഇപ്പൊ തന്നെ ഇലക്ട്രിക് വേസ്റ്റുകൾ, ഇപ്പൊ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഇതൊക്കെ വേസ്റ്റ് ആയി പോകുമ്പോൾ ഇതിനെ ഒന്ന് ഡിസ്പോസ് ചെയ്യാൻ പ്രോപ്പർ പ്ലേസ് ഇല്ലാതാവുകയാണ്. പിന്നെ നമ്മളുടെ കൃഷിസ്ഥലങ്ങളിൽ തന്നെ രാസവസ്തുക്കൾ ധാരാളമായി ഉപയോഗിക്കുന്നു. അപ്പൊ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ മറ്റൊരു വശത്തുണ്ട്, അതും പരിസ്ഥിതിക്ക് ഹാനികരമാണ്. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് അപ്പോൾ എയിംസ് ടു എലിമിനേറ്റ്, റെസ്ട്രിക്ട് പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്.
അപ്പോൾ ഓർഗാനിക് പൊല്യൂട്ടൻസ് ഉപയോഗിക്കണം, റെസ്ട്രിക്ട് ചെയ്യപ്പെട്ട പ്രൊഡക്ഷൻസ് അങ്ങനെയുള്ളത് ഉപയോഗിക്കരുത്. ഇപ്പൊ നമുക്ക് എൻഡോസൾഫാനൊക്കെ നിരോധിച്ചു. എൻഡോസൾഫാൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മനുഷ്യർക്ക് ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും വലിയ മാരകമായ രോഗങ്ങളും പ്രശ്നങ്ങളും അടുത്ത തലമുറയെ പോലും ബാധിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. പിന്നെ DDT, ഇപ്പോൾ എന്താണ് DDT എന്ന് പറയുമ്പോൾ സൈലന്റ് സ്പ്രിംഗ് എന്ന നോവലില് DDTയുടെ ദോഷവശങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. 1970s തന്നെ അമേരിക്കയിലൊക്കെ അത് നിരോധിച്ചിരുന്നു. റേച്ചൽ കാർസൺ ആണ് ആ പുസ്തകം എഴുതിയത്. ഇനി മറ്റൊരു പ്രോട്ടോകോൾ ആണ് വളരെ ഫേമസ് ആയിട്ടുള്ള മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ഓസോൺ ലെയറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1987 ഉള്ളതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പോൾ വിയറ്റ്നയിൽ കൂടിയതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ പാളി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ രണ്ടാമത്തെ ലെയറായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളികൾ കാണപ്പെടുന്നത്. അപ്പൊ ഈ ഓസോൺ പാളികൾക്ക് വിള്ളൽ ഉണ്ടാകുന്നു. ക്ലോറോ ഫ്ലൂറോ കാർബണുകളുടെ ഉപയോഗം, അതുപോലെ ക്ലോറിന്റെയും ബ്രോമിന്റെയും ഒക്കെ ഉപയോഗമാണ് ഇതിനെ വിള്ളല് വരുത്തുന്നത്. ഫ്രിഡ്ജിൽ നിന്നുള്ള വാതകമൊക്കെ CFC കൂടുതലാണ്, പെർഫ്യൂംസ്, അങ്ങനെ പല കാരണങ്ങളിൽ CFC കൂടുന്നു. ഇത് സ്ട്രാറ്റോസ്ഫിയറിലെ ലെയർ പോലെ കാണുന്ന O3 ലെയർ ആണ് ഓസോൺ പാളി. ഈ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുകയും ലക്ഷക്കണക്കിന് O3കൾ വിഘടിച്ച് ഓക്സിജനായി മാറുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു വിള്ളലിലേക്ക് കാരണമാകുന്നത്. ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാകുമ്പോൾ UV ലൈറ്റ്സ്, UV ലൈറ്റ്സ്, അൾട്രാ വയലറ്റ് രശ്മികൾ, ഈ റേസ് നമ്മുടെ ഭൂമിയിലേക്ക് ധാരാളമായി വരുന്നു. UV റേസ് വരുന്നത് കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നു, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു, അതുപോലെ ജീവജാലങ്ങൾക്ക് സസ്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സ്കിൻ ബേൺ ഉണ്ടാകുന്നു, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ചൂട് അമിതമായി കൂടുന്നു. അപ്പോൾ അത് കുറയ്ക്കണം. അങ്ങനെ ഓസോൺ ലെയറിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ CFC പോലുള്ള ക്ലോറിൻ ബ്രോമിൻ പോലുള്ളവ ഹാലജൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി, അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ റിപ്ലേറ്റിംഗ് സബ്സ്റ്റൻസ് ലൈക്ക് CFCs ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഒരു സക്സസ് റേറ്റിലേക്ക് എത്തി. നമ്മളിപ്പോൾ അന്റാർട്ടിക്കയിൽ നോക്കുമ്പോൾ പഴയ വിള്ളൽ ഇല്ല, ഓസോൺ പാളി റെഡിയായി വന്നു, ആ ഒരു ഹോൾസ് ഒക്കെ കുറഞ്ഞു. ഇനി അടുത്തതാണ് റംസാർ കൺവെൻഷൻ. ഇന്ത്യയിൽ നിലവിൽ ഇന്ന് ഞാൻ പറയുമ്പോൾ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 91 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. പുതുതായിട്ട് രാജസ്ഥാനിൽ 2 എണ്ണം കൂടി വന്നു. 89 ആയിരുന്നു തൊട്ട് മുമ്പ്. ഇപ്പൊ ജൂൺ 5-നാണ് 2 എണ്ണം കൂടി ഇൻക്ലൂഡ് ചെയ്തത്. അങ്ങനെ 91 ആണ് റംസാർ സൈറ്റുകളുടെ എണ്ണം. പ്രൊമോട്ട്സ് കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് വെറ്റ്ലാൻഡ്സ്. നമ്മുടെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റംസാർ സൈറ്റുകൾ നിലവിൽ വന്നത്. 1971-ലാണ്. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. ഇനി അജണ്ട 21, ആക്ഷൻ പ്ലാൻ ഫ്രം ദ എർത്ത് സബ്മിറ്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കണം. 1992 അജണ്ട 21 എന്നാണ് ഇതിനെ പറയുന്നത്. അജണ്ട 21 1992 ആണ് ഇതിന്റെ വർഷം. റംസാർ സൈറ്റ് കണ്ടു. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ, സ്റ്റോക്ക്ഹോം കണ്ടു 2001, പിന്നെ ബേസൽ കൺവെൻഷൻ എല്ലാം നമ്മൾ പഠിച്ചു. അതൊരു ഇമ്പോർട്ടന്റ് ഉണ്ട്, അതായത് മീനമാത കൺവെൻഷൻ ഓൺ മെർക്കുറിയുമായി ബന്ധപ്പെട്ട രോഗമാണ് മീനമാത. മെർക്കുറി, അതിന്റെ ഉപയോഗം, അതിന്റെ എമിഷൻസ് കുറയ്ക്കുക. നഗോയ് പ്രോട്ടോകോൾ ഉണ്ട് 2010 വന്നത്. അത് ജനറ്റിക് റിസോഴ്സ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് ആണ്. 2013 മീനമാത കൺവെൻഷൻ. വിയറ്റ്നാം കൺവെൻഷൻ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ ഉണ്ട്. അത് 1985 ആണ്. ഓസോൺ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യ ചോദ്യം, സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ അഡോപ്റ്റഡ് വിച്ച് ഇയർ? സ്റ്റോക്ക്ഹോം ആയിരുന്നു ആദ്യത്തത് അല്ലെ, ഏറ്റവും മേജർ ആയിട്ടുള്ളത് 1972. യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് UNFCCC വാസ് അഡോപ്റ്റഡ് വിച്ച് കോൺഫറൻസ്? ഏത് കോൺഫറൻസിലാണ് നമ്മളുടെ UNFCCC? റിയോ എർത്ത് സമ്മിറ്റ് 1992. റിയോ എർത്ത് സമ്മിറ്റ് 1992. ക്യോട്ടോ പ്രോട്ടോകോൾ പ്രൈമർലി ഡീൽസ് വിത്ത്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ റിഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. വിച്ച് ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ് എയിംസ് ടു ഫേസ് ഔട്ട് സബ്സ്റ്റൻസ് ദാറ്റ് ഡിപ്ലീറ്റ് ദി ഓസോൺ ലെയർ? ഓസോൺ ലെയറുമായി ബന്ധപ്പെട്ടത് 2 എണ്ണം നമ്മൾ കണ്ടു. ഒന്ന് നമ്മൾ പഠിച്ചത് നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഉണ്ട് മോൺട്രിയൽ പ്രോട്ടോകോൾ. മറ്റൊരെണ്ണം നമ്മളിപ്പോ കണ്ടില്ലേ, ഏതാണ്? വിയറ്റ്നാം കൺവെൻഷൻ. അതും നമ്മുടെ ഓസോൺ ലെയറിന്റെ ഡിപ്ലേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി CBD വാസ് അഡോപ്റ്റഡ് ഫോർ സിഗ്നേച്ചർ ഓഫ്.
1992 ആണ്. ഇനി ദ ബേസൽ കൺവെൻഷൻ കൺട്രോൾസ്. ബേസൽ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ മൂവ്മെന്റ്സ് ഓഫ് ഹസാർഡസ് വേസ്റ്റ് അക്രോസ് ബോർഡേഴ്സ്. റംസാർ കൺവെൻഷൻ ഡീൽ വിത്ത് കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് കൺസർവേഷൻ. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ 2001 എയിംസ് ടു കൺട്രോൾ. 1972 ആണ് ഫസ്റ്റ് മീറ്റിംഗ്. 2001 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ പെർസിസ്റ്റൻസ് ഓർഗാനിക് പൊല്യൂട്ടൻസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നഗോയ പ്രോട്ടോകോൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് Nagoya Protocol access to genetic resources and benefit sharing. Paris Agreement aims to limit global warming to global warming below 2 degrees Celsius ആക്കുക എന്നുള്ളതാണ് പാരീസ് എഗ്രിമെന്റ്. അപ്പോൾ നമ്മൾ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എങ്കിൽ ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ്സ് ഓൺ റെഫ്യൂജീസിലേക്ക് നോക്കാം. ആരാണ് റെഫ്യൂജി? റെഫ്യൂജി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി തന്റെ ജീവന് വേണ്ടി, തനിക്കൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു നാട് ഫോഴ്സ്ഫുള്ളി ഉപേക്ഷിക്കപ്പെടുകയാണ്. അപ്പൊ 1951 ജനീവയിലാണ് ഇതിനൊരു ഡെഫിനേഷൻ വരുന്നത്. 1951 മുമ്പ് ഒരു ഡെഫിനേഷൻ റെഫ്യൂജിക്ക് ഇല്ല. അപ്പോ ഈ ഒരു ജനീവ കോൺഫറൻസ് നടക്കുന്നത് 1951 ജൂലൈ 28 ഇത് നിലവിൽ വരുന്നത് 1954 ഏപ്രിൽ 22 ഇത് ഫോഴ്സിലാകുന്നത്. അപ്പൊ റെഫ്യൂജി എന്ന് പറയുന്നത് വിക്ടിംസ് ആണ്. ഹ്യൂമൻ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ് അവരുടേത്. അവർക്ക് ഫോഴ്സ്ഫുൾ മൈഗ്രേഷൻ ആണ്. റേസിന്റെ പേരിലോ റിലീജിയന്റെ പേരിലോ നാഷണാലിറ്റി അല്ലെങ്കിൽ വാർ നടക്കുന്നതിന്റെ പേരിലോ ഒക്കെ അവർ ഫോഴ്സ്ഫുള്ളി അവിടുന്ന് പോകേണ്ടി വരികയാണ്. ഇനി ഇവർക്ക് കുറച്ച് റൈറ്റുകളുണ്ട്. ഇവർ എന്താണ് അസൈലവും റെഫ്യൂജി തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ റെഫ്യൂജീസിനെ കുറിച്ച് പറയുമ്പോൾ വെൽ ഫൗണ്ടഡ് ഫിയർ ഓഫ് ബീങ് പെർസിക്യൂട്ടഡ് ഫോർ റീസൺസ്, റേസിന്റെ പേരിൽ, റിലീജിയന്റെ പേരിൽ, നാഷണാലിറ്റിയുടെ പേരിൽ, അതുപോലെ പ്രത്യേക സോഷ്യൽ ഗ്രൂപ്പിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രപരമായ കാരണം കൊണ്ട് സ്വന്തം രാജ്യത്തിൽ നിന്ന് വെളിയിലേക്ക് പോകേണ്ടി വരുന്നു. അവർക്ക് തിരിച്ച് ആ രാജ്യത്തേക്ക് പോകാനും പറ്റില്ല, അഭയാർത്ഥികളായി മാറുന്നു. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അവർ സ്വന്തം രാജ്യത്തിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി അവരെ നിർബന്ധിച്ചിറക്കി വിടുകയാണ്. അവർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല, അവർക്ക് പോകേണ്ടി വരികയാണ് സ്വന്തം ജീവന് വേണ്ടി. 1951 കൺവെൻഷൻ റിലേറ്റിംഗ് ടു ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജി. അങ്ങനെ 1951 ജനീവ കൺവെൻഷനും 1967 പ്രോട്ടോകോളും ഇതൊക്കെയാണ് നമ്മുടെ റെഫ്യൂജിക്ക് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ നൽകിയത്. വെൽ ഫൗണ്ടഡ് ഫിയർ ഓഫ് ബീങ് പെർസിക്യൂട്ടഡ്, റേസ്, റിലീജിയൻ, മെമ്പർഷിപ്പ് ഓഫ് പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ്, പൊളിറ്റിക്കൽ, ഔട്ട്സൈഡ് ദർ കൺട്രി ഓഫ് നാഷണാലിറ്റി ആൻഡ് അണേബിൾ ഓർ അൺവില്ലിംഗ് ടു അവൈൽ ദംസെൽസ് ദാറ്റ് ദ കൺട്രീസ് പ്രൊട്ടക്ഷൻ. അവരുടെ സ്വന്തം കൺട്രിക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്നു പല കാരണങ്ങൾ കാരണം. അവർ മറ്റൊരു രാജ്യത്തിന്റെ അഭയാർത്ഥികളായി മാറേണ്ടി വരികയാണ്. അപ്പൊ കൺവെൻഷൻ ഡെഫിനിഷൻ അണ്ടർപിൻസ് മോസ്റ്റ് നാഷണൽ അസൈലം സിസ്റ്റംസ് ആൻഡ് ദ വർക്ക് UNHCR ആൻഡ് UN റെഫ്യൂജി ഏജൻസീസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. 1951-67 പ്രോട്ടോകോൾ ഇതാണ് ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇവരുടെ റൈറ്റ്സ്? വർക്കുമായി ബന്ധപ്പെട്ടത്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കോടതികളിൽ ലഭിക്കുന്നത്, ട്രാവലുമായി ബന്ധപ്പെട്ട് ഇവരുടെ ലീഗൽ സ്റ്റാറ്റസ്, ഇതൊക്കെ വ്യക്തമായി നിർവചിക്കുന്നു. 1969 OAU കൺവെൻഷൻ ഉണ്ട്. ആഫ്രിക്കയിലുള്ളതാണ്, റീജിയണൽ കൺവെൻഷൻ ആണ്. അപ്പൊ അഗ്രഷൻ, ഓക്യുപ്പേഷൻ, ഫോറിൻ ഡൊമിനേഷൻ ഒക്കെയാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഇനി 1984 കാർട്ടജന ഡിക്ലറേഷൻ ഉണ്ട്, ലാറ്റിൻ അമേരിക്കയിലുള്ളതാണ്. ഇതും ഒരു റീജിയണലാണ്, ഇന്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്തതല്ല. ഗ്ലോബൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്തത് ഈ രണ്ടെണ്ണം മാത്രമാണ്. ജനറലൈസ്ഡ് വയലൻസ്, മാസീവ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്, ഇതിനെ കുറിച്ചൊക്കെയാണ് പരാമർശിക്കുന്നത്. ഇനി നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ക്വാളിഫിക്കേഷൻ ആൻഡ് പ്രൊസീജിയറൽ ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ അവിടെയും എന്താണ് റെഫ്യൂജി എന്നുള്ള ഡെഫിനേഷനാണ്. ഇനി നമുക്ക് റെഫ്യൂജിയുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത് നമ്മളുടെ റെഫ്യൂജി. അപ്പൊ ഈ റെഫ്യൂജിയുമായി നമ്മൾ ഇനി നോക്കുന്ന 2-3 ടേംസ് ആണ്. നോൺ റെഫോൾമെന്റ് എന്താണ്? ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഭീഷണിയാകുന്ന സ്ഥലത്തേക്ക് അവരെ തിരിച്ചയക്കാൻ പാടില്ല. അപ്പോ അയാൾ സ്വന്തം സ്ഥലത്തേക്ക് പോകുമ്പോൾ അയാളുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് പറയുകയാണ് എങ്കിൽ അയാളെ ആ സ്ഥലത്തേക്ക് ഒരു തരത്തിൽ തിരിച്ചയക്കാൻ പാടില്ല. ഇതാണ് നോൺ റിഫോൾമെന്റ്. ഇന്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് ബർഡൻ ഷെയറിംഗ്, അതായത് അഭയാർത്ഥികൾ ഉണ്ടാകുന്നു, റെഫ്യൂജീസ് ഉണ്ടാകുന്നു. അപ്പൊ ആഗോള ഉടമ്പടിയിൽ നമുക്ക് അവരെ എന്ത് ചെയ്യുക?
അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, റിഫോം ചെയ്യാം, അവരെ അക്സെപ്റ്റ് ചെയ്യാം. കോപ്പറേഷൻ, പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകാം. ഒരു സ്ഥലത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാം. ഇനി ഡ്യൂറബിൾ, ഇതെന്താണ്? സ്വമേധയുള്ള സ്വദേശത്തേക്ക് കൊണ്ടുപോകാം. അവർക്ക് ആഗ്രഹമുണ്ട്, സ്വന്തം അവരുടെ പ്രശ്നങ്ങൾ അവിടെ തീർന്നു, അവരുടെ സ്ഥലത്ത് ആ പ്രശ്നങ്ങൾ തീർന്നെങ്കിൽ അവരുടെ നാട്ടിലേക്ക് തിരിച്ചുവിടാം. അവരിഷ്ടമാണ്, അവർക്ക് അങ്ങോട്ട് പോകാനെങ്കിൽ അവരെ തിരിച്ചുവിടാം. അല്ലെങ്കിൽ ഒരു സ്ഥലം നമ്മളുടെ അതിർത്തിയിലാണ്, അവർ വലിയ പ്രശ്നം അനുഭവിക്കുന്നവരാണ്, നമ്മൾ ആ സ്ഥലം കൂടി ഏറ്റെടുക്കുന്നു, അത് അവിടുത്തെ ജനങ്ങളുടെ ഇഷ്ടത്തോടു കൂടി ഏറ്റെടുക്കുന്നു. പ്രാദേശിക സംയോജനം നടത്താം. അല്ല, ഇവർ ഒരുപാട് ആളുകളുണ്ട്, അപ്പൊ ഈ നമ്മളുടെ രാജ്യത്ത് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ആളുകളുണ്ട് എങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു പുതിയ രാജ്യം അങ്ങ് കൊടുക്കാം. അപ്പൊ അവരെല്ലാവരും കൂടെ അവിടെ പോയി സമാധാനമായി ജീവിക്കട്ടെ എന്ന് കരുതാം. ഇതാണ് പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഡ്യൂറബിൾ സൊല്യൂഷൻസ് ആണ്. അപ്പൊ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരു രാജ്യത്തെ നമ്മൾ അഭയാർത്ഥിയായി അവരെ സ്വീകരിച്ചു, അതിനുശേഷം അവരെ ആ സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിടുമ്പോൾ അവരുടെ സ്വന്തം സ്ഥലത്ത് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് അവരെ ഒരിക്കലും തിരിച്ചയക്കാൻ പാടില്ല. അപ്പോ നമ്മുടെ ലോകത്തോട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് അഭയാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. 2024 ഒരു പകുതി ആയപ്പോൾ തന്നെ 43.7 ദശലക്ഷം അഭയാർത്ഥികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ദശലക്ഷമാണ്, മില്യൺ ആണ്. ഇത് 2023 നിന്ന് 1% കൂടുതലാണ്. അപ്പോ നമുക്കറിയാം സുഡാൻ, ഉക്രൈന് ഒക്കെയാണ് അതിന് കാരണം. നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ടവരുടെ ആകെ എണ്ണവും 123 ദശലക്ഷത്തോളമാണ്. 123 ദശലക്ഷത്തോളമാണ് ഒക്ടോബർ 2024 വരെയുള്ള കാൽക്കുലേഷൻ വെച്ചിട്ട് കുടിയിറക്കപ്പെട്ടു, സ്വന്തം വീടും ജോലിയും എല്ലാം നഷ്ടപ്പെട്ടവർ. അപ്പോൾ പ്രധാനമായിട്ടുള്ള 5 ഹോസ്റ്റുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ തുർക്കി, ഇറാൻ, കൊളംബിയ, ജർമ്മനി, ഉഗാണ്ടയൊക്കെയാണ് പ്രധാനമായി ഇവരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന 5 രാജ്യങ്ങൾ. ഇനി നമ്മൾ 2023 മുതൽ 2025 വരെയുള്ള റീസെന്റ് ഡെവലപ്മെന്റ്സ് നോക്കുമ്പോൾ ജനീവ 2023 $2.2 ബില്യൺ വിലമതിക്കുന്ന, അതായത് 1750 അപ്പോൾ 2030 ആകുമ്പോഴത്തേക്ക് 1 ദശലക്ഷം അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കും എന്നുള്ള രീതിയാണ് അവർ നോക്കുന്നത്. ഇനി ചില പ്രാദേശിക പ്രതിസന്ധികളുണ്ട്. ഇപ്പൊ സുഡാൻ, ഉക്രൈനൊക്കെ പ്രശ്നങ്ങൾ നടക്കുകയാണ് അല്ലെ, സുഡാന്, ഉക്രൈൻ. അപ്പോ സുഡാൻ ആഭ്യന്തര യുദ്ധം മൂലം കുടിയേറ്റം ഈജിപ്തിലോട്ട്, ചാഡിലേക്ക്, ദക്ഷിണ സുഡാൻ ഇവിടങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു. 2024 ഈജിപ്ഷ്യൻ നയങ്ങളൊക്കെ സുഡാൻ, ലിബിയ, മെഡിറ്ററേനിയനൊക്കെ പ്രശ്നത്തിലേക്ക് പോയി. ഉക്രൈൻ ആണെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ താൽക്കാലിക സംരക്ഷണ ഭരണകൂടങ്ങൾ യൂറോപ്പിൽ സജീവമായി. അപ്പോ സുഡാനും ഉക്രൈനും ഒക്കെയാണ് ഈ ഒരു നമ്മളുടെ റെഫ്യൂജി ലിസ്റ്റ് കൂട്ടാൻ കാരണക്കാരായത്. 1% കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 2023 വർദ്ധിപ്പിച്ചത് ഇവരാണ്. അപ്പോൾ റെഫ്യൂജീസ് ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. വളരെയധികം റെഫ്യൂജീസിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ അഭയാർത്ഥികളാണ്, ഇവരുടെ റൈറ്റ്സ് എന്താണ് അസൈലവുമായിട്ട് ഇവരുമായി കണക്ഷൻ, ഇതൊക്കെ നമുക്ക് നോക്കണം. അതിനുമുമ്പ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് അങ്ങ് പോവുകയാണ്. ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെന്റ് ഫസ്റ്റ് ഗവ് എ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ലീഗൽ ഡെഫിനിഷൻ ഓഫ് ദ ടേം റെഫ്യൂജി? റെഫ്യൂജിക്ക് ലീഗലി അക്സെപ്റ്റ് ചെയ്ത ഒരു ഡെഫിനിഷൻ നൽകിയത് ആരാണ് എന്ന് നമ്മൾ കണ്ടു. 1951 കൺവെൻഷൻ റിലേറ്റിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജി, ജനീവ കൺവെൻഷൻ. അപ്പൊ 1951 കൺവെൻഷൻ, കോർ പ്രിൻസിപ്പിൾ പ്രൊഹിബിറ്റിംഗ് ദ ഫോഴ്സിബിൾ റിട്ടേൺ ഓഫ് എ റെഫ്യൂജി ടു എ ടെറിട്ടറി വെദർ ദെയർ ലൈഫ് ഫ്രീഡം വുഡ് ബി ത്രെറ്റൻഡ്. ഫ്രീഡവും അവരുടെ ജീവിതവും നഷ്ടപ്പെടുമെങ്കിൽ ഫോഴ്സ്ഫുള്ളി അവരെ തിരിച്ചയക്കാൻ പാടില്ല എന്ന് പറയുന്നു. നോൺ റഫോൾമെന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് UNHCR's ഫ്രീ ഡ്യൂറബിൾ സൊല്യൂഷൻ? അതിനകത്തുള്ളതല്ല. 3 ഡ്യൂറബിൾ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ വോളണ്ടറി റിപ്പാട്രിയേഷൻ, റീസെറ്റിൽമെന്റ് ടു എ തേർഡ് കൺട്രി, മൂന്നാമത്തെ രാജ്യം സൃഷ്ടിക്കാം, ലോക്കൽ ഇന്റഗ്രേഷൻ ഇൻ ദ ഹോസ്റ്റ് സ്റ്റേറ്റ്, പ്രാദേശിക സംയോജനം നടത്താം, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കാം. ഇതാണ് UNHCR പറഞ്ഞ 3 സെറ്റിൽമെന്റ് ഡ്യൂറബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ്. ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റാറ്റസ് ഇല്ല, 3 പറഞ്ഞിട്ടുള്ളൂ. 1967 പ്രോട്ടോകോൾ പ്രൈമറിലി സെർവ്ഡ്. എന്താണ് 1967 പ്രോട്ടോകോൾ പ്രൈമറിലി സെർവ് ചെയ്യുന്നത്? റിമൂവ് ദ 1951 കൺവെൻഷൻസ് ടെമ്പറൽ ആൻഡ് ജിയോഗ്രഫിക് ലിമിറ്റേഷൻസ് ആണ് ഇത് റിമൂവ് ചെയ്യുന്നത്.
ഇപ്പൊ നമ്മളുടെ 1967 പ്രോട്ടോകോള് 51ന്റെ കുറച്ച് ലിമിറ്റേഷൻസിനെ മാറ്റുകയാണ്. ഇനി refugee status determination. Exclusion clauses are found in which article 1951 convention? Exclusion കാണപ്പെടുന്നത് ഏതിലാണ്? 1F ലാണ്. Exclusion 1F ലാണ്. Article 1F. A person who has not crossed an international border but has fled their home because of armed conflict is classified as. അപ്പോൾ ക്രോസ് ചെയ്തില്ല ഇന്റർനാഷണൽ ബോർഡർ, പക്ഷെ ആഗ്രഹമുണ്ട് ആ ഒരു കോൺഫ്ലിക്റ്റ് കാരണം ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന്. അങ്ങനെയുള്ള ആളെ നമുക്ക് ഇന്റേർണലി ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ എന്ന് പറയാം. ഇനി അസൈലം സീക്കർ എന്ന് വെച്ചാൽ ആൾ റിക്വസ്റ്റ് അയക്കണം, അപ്ലൈ ചെയ്യണം, ഞാൻ ഇങ്ങോട്ട് വന്നോട്ടെ, അപ്പൊ മറ്റേ കൺട്രി അംഗീകരിക്കണം, എന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. വിച്ച് റീജിയണൽ ഇൻസ്ട്രുമെന്റ് broadens the refugee definition to include persons fleeing events seriously disturbing public order? ഈ ഒരു ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് OAU കൺവെൻഷൻ ആഫ്രിക്ക 1969 ആണ്. പ്രൈമ ഫേഷ്യ റെഫ്യൂജി റെക്കഗ്നിഷൻ മീൻസ് എന്താണ്? ഗ്രൂപ്പ് ബേസ്ഡ് റെക്കഗ്നിഷൻ where the facts are obvious and well known. Which right is expressly guaranteed to refugee under Article 16 1951? 1916 വെച്ചിട്ട് നൽകുന്ന ഗ്യാരണ്ടി ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ഫ്രീ ആക്സസ് ടു കോർട്സ് ഓഫ് ലോ. ഫ്രീ ആക്സസ് ടു കോർട്സ് ഓഫ് ലോ ആണ്. അവർക്ക് നിയമം ആക്സസ് ചെയ്യാനുള്ള ഫ്രീ ആയിട്ടുള്ള ആക്സസ് അവർക്ക് കിട്ടുന്നു. State party may make reservation to most provisions of the 1951 convention when it becomes bound, but reservation to which articles are prohibited? 1, 3, 4, 61, 33, 36 and 46. ഇനി cessation clause that applies when a refugee has re-availed themselves of their country protection is numbered. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് 11ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ 1C1 ആണ്. 1C1. Which organ of the UN elected High Commissioner of Refugee? High Commissioner of the Refugee General Assembly. In the context of refugee protection, the terms first country of asylum normally refers to first safe country a person reaches after fleeing persecution. അപ്പോൾ ആദ്യം ആ പേഴ്സൺ എത്തിച്ചേരാൻ പറ്റുന്ന സേഫ് കൺട്രിയിൽ അവൻ അഭയം കൊടുക്കുന്നു. Which of the following automatically exclude an individual from refugee protection under Article 1F? 1F ത്തിന് മുമ്പ് നമ്മൾ കണ്ടതാണ് അല്ലേ? 1F having committed a serious non-political crime outside the country of refugee. Complementary protection is best described. Complementary protection എന്ന് പറയുമ്പോൾ protection based on human rights law when refugee status is not available. മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ ബലത്തിൽ സംരക്ഷണം കൊടുക്കുകയാണ്. 1951 prohibits penalties of refugee or illegal entry if they present themselves without delay and show good cause. Article 31(1) ആണ്. UNHCR Executive Committee adopts conclusion that എന്താണ് കൺക്ലൂഷൻ? നമ്മുടെ ആൻസർ conclusion have no legal weight but carry persuasive authority. Term stateless person എന്ന് പറഞ്ഞാൽ 1951 convention relating the status stateless persons. Under Global Compact on Refugee, the principal mechanism for monitoring implementation is Global Refugee Forum every 4 years. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റെഫ്യൂജിയുമായി ബന്ധപ്പെട്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്യൂറബിൾ സൊല്യൂഷൻ ഇസ് ജനറലി റിഗാർഡ് ദ പ്രിഫേർഡ് ഓഫ് UNHCR? ഡ്യൂറബിൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? വോളണ്ടറി റിപ്പാർട്ടേഷൻ. ഇനി നമ്മൾ റെഫ്യൂജി റൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണ്. ഒരാൾ റെഫ്യൂജി ആണെങ്കിൽ അയാൾക്ക് കുറച്ച് റൈറ്റ് ഉണ്ട്. നോൺ റിഫോൾമെന്റ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ ജീവനോ സ്വാതന്ത്ര്യത്തിനോ പ്രശ്നമുണ്ടെങ്കിൽ തിരിച്ചയക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 33 1951 കൺവെൻഷനിൽ പറയുന്നു. Right to seek asylum. Not absolute. Refugees have the right to apply for protection in another country. അപ്പോൾ ഒരു റെഫ്യൂജിയാണ്, അയാൾക്ക് ഇഷ്ടമുള്ള ഒരു രാജ്യത്തേക്ക് പോകാൻ അധികാരമുണ്ട്. അപ്പൊ ആൾക്ക് വേറൊരു രാജ്യത്തിലേക്ക് പോകണം, ഒരു അസൈലം സീക്കറായിട്ട് പോകാം, അയാൾക്ക് ഇവിടെ നിന്ന് അയച്ചു നോക്കാം, ഞാൻ ആ രാജ്യത്തോട്ട് വന്നോട്ടെ, അവർ അംഗീകരിക്കുവാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാം.
റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. അപ്പൊ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു വർക്ക് ആർട്ടിക്കിൾ 17 പറയുന്നു അവർക്ക് നിയമപരമായിട്ടുള്ള ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 22. ഇപ്പൊ കുട്ടികളാണ് അഭയാർത്ഥികളെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? പ്രൈമറി എഡ്യൂക്കേഷൻ ലഭിക്കാനുള്ള അധികാരമുണ്ട്. റൈറ്റ് ടു ഐഡന്റിറ്റി ആൻഡ് ട്രാവൽ ഡോക്യുമെന്റ്സ് ആർട്ടിക്കിൾ 27-28. ഐഡന്റിറ്റി പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യണം, അത് നിർബന്ധമാണ്. ട്രാവൽ ഡോക്യുമെന്റ്സും കാണണം, പാസ്പോർട്ട് പോലുള്ള ഡോക്യുമെന്റ്സും കാണണം. ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് അസോസിയേഷൻ. ഇപ്പൊ റെഫ്യൂജി ഒരു രാജ്യത്ത് വരുന്നു, അപ്പൊ അവർക്ക് അവരുടെ മതത്തിൽ വിശ്വസിക്കാനും അതുമായി മുന്നോട്ട് പോകാനുള്ള അധികാരമുണ്ട്. അതുപോലെ കോർട്ട് ആക്സസ് ആർട്ടിക്കിൾ 16. ലീഗൽ സിസ്റ്റം കിട്ടുന്നു, പബ്ലിക് റിലീഫ് അസിസ്റ്റൻസ് കിട്ടുന്നു. ട്രീറ്റഡ് ഈക്വലി ആസ് നാഷണൽസ് ഇൻ ആക്സസ് ടു വെൽഫെയർ. അപ്പൊ അവരെ ആ രാജ്യത്തിന്റെ വ്യക്തികളെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം, വെൽഫെയർ ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ റീജിയണൽ പ്രൊട്ടക്ഷൻ, നമ്മൾ ഏതൊക്കെയാണ് റീജിയണൽ പ്രൊട്ടക്ഷൻ നൽകുന്നത് നോക്കാം. യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്കയുടെ, ലാറ്റിൻ അമേരിക്കയുടെ 1984 കാർട്ടജിന ഡിക്ലറേഷൻ കണ്ടത്. 1969 ആഫ്രിക്കയുടേത് കണ്ടു. യൂറോപ്യൻ യൂണിയന്റെ അസൈലം സിസ്റ്റംസ് ഒക്കെ ഈ റെഫ്യൂജി പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? റൈറ്റ്സ് ക്യാൻ വേരി ബേസ്ഡ് ഓൺ ദ കൺട്രി ഓഫ് അസൈലം. അപ്പോൾ അസൈലം വെച്ചിട്ട് ഒരു കൺട്രി ഇന്ന കാര്യങ്ങളെ പറ്റൂ റെഫ്യൂജിക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു കൺസിഡറേഷൻ നമ്മൾ എടുക്കേണ്ടി വരും. ഓരോ രാജ്യങ്ങളുടെ കണ്ടീഷൻ വെച്ചിട്ട് വേരി ചെയ്യും റൈറ്റ്സ്. എങ്കിലും ജീവൻ, സ്വത്ത്, വിദ്യാഭ്യാസം ഇങ്ങനത്തെ കുറച്ച് മൗലികമായ അവകാശങ്ങൾ അവർക്ക് കിട്ടിയേ പറ്റൂ. സം റൈറ്റ്സ് സബ്ജക്ട് ടു നാഷണൽ സെക്യൂരിറ്റി ഓർ പബ്ലിക് ഓർഡർ ലിമിറ്റേഷൻ. ചില റൈറ്റ്സ് ഇവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ രാജ്യത്തിന് തന്നെ ചിലപ്പോൾ ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ റൈറ്റ്സ് ഒക്കെ അവർ ആ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യുക. വ്യക്തി പ്രശ്നമുള്ള വ്യക്തിയാണെങ്കിൽ എടുക്കണം എന്നില്ല. അസൈലം സീക്കർ ഹൂ സ്റ്റാറ്റസ് ഈസ് നോട്ട് യെറ്റ് റിക്കഗ്നൈസ്ഡ്. ഇപ്പോൾ ഒരു അസൈലം സീക്കർ ഒരാൾ റിക്വസ്റ്റ് അയച്ചു ഈ രാജ്യത്തോട്ട് വന്നോട്ടെ, പക്ഷെ അവർക്കൊരു മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. മറുപടി കൊടുക്കാതെ തന്നെ പറക്കി കെട്ടി ഇങ്ങ് വരാൻ പാടില്ല. മേ ഹാവ് ഫ്യൂവർ റൈറ്റ്സ്. അയാൾക്ക് വളരെ കുറച്ച് റൈറ്റ്സേ ഇവിടെ കാണൂ. ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് സ്വീകരിക്കേണ്ടി വന്നു, പക്ഷെ അവർ പറഞ്ഞിട്ടല്ല വന്നതെങ്കിൽ വളരെ കുറച്ച് റൈറ്റ്സേ കിട്ടും. പ്രൊട്രാക്റ്റഡ് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ചാലഞ്ചസ് എന്ന് വെച്ചാൽ 2/3 ഓഫ് റെഫ്യൂജീസ് ഹാവ് ബീൻ എക്സൈൽ ഫോർ 5+ years. അപ്പോ ഈ റെഫ്യൂജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അഭയാർത്ഥികളിൽ 3/2 5 വർഷത്തിലധികവും പ്രവാസത്തിലായിരിക്കും. അഭയകേന്ദ്രങ്ങൾ. അപ്പൊ അഭയകേന്ദ്രങ്ങൾക്ക് എന്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിർത്തി എതിർപ്പ് കാണും. വിമാന കമ്പനികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവൈഡ് ചെയ്യണമെന്നില്ല ഇവരെ. അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പലതരത്തിലുള്ള കരാറൊക്കെ കാണും. ക്ലിയർ ആണ്? അപ്പൊ അതൊക്കെ അവർക്ക് ഒരു പ്രശ്നമാണ്. സ്പേസ്. ഇനി ക്ലൈമറ്റും മൊബിലിറ്റി, കാലാവസ്ഥ സംബന്ധിച്ച് ഇപ്പൊ ദുരന്തങ്ങളിൽ നിന്ന് പാലായനം ചെയ്യുന്ന ആളുകളാണ് അഭയാർത്ഥികൾ. അപ്പോ അവര് സ്ഥലം മാറുമ്പോൾ അവർക്ക് കാലാവസ്ഥപരമായ പല ബുദ്ധിമുട്ടുകളും കാരണം ചിലപ്പോ അവരുടെ കൈ നഷ്ടപ്പെട്ടു, കാൽ നഷ്ടപ്പെട്ടു, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവരുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാം. ഫണ്ടിങ് ഉണ്ട്. അതായത് UNHCR ഒക്കെ ഫണ്ടിന്റെ പ്രശ്നങ്ങൾ വരും. മാനുഷിക ആവശ്യങ്ങൾ വിഭവങ്ങളെക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ കൂടുതലും നമ്മുടെ സോഴ്സസ് കുറവുമാകുമ്പോൾ ഫണ്ട് നന്നായിട്ട് വേണം. 4.4 ദശലക്ഷം ആളുകൾ പൗരത്വം ഇല്ലാത്തവരാണ്. അപ്പൊ പൗരത്വം ഇല്ലെങ്കിൽ അംഗീകൃത അഭയാർത്ഥികൾ പോലും അവകാശങ്ങൾ അവർക്ക് കിട്ടണം എന്നില്ല. അപ്പൊ ഫണ്ടിങ് ഗ്യാപ്പ് ഉണ്ട്. സ്റ്റേറ്റ്ലെസ്നെസ്, അതായത് അവർ പൗരത്വം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് അറിയേണ്ടത് 1951 എന്താണ് ജനീവയിലെ ആ കൺവെൻഷൻ എന്നാണ്. നമ്മൾ ഈ 1951 എന്ന് കുറെ കേട്ടു. എങ്കിൽ നമുക്ക് പഠിക്കാം എന്താണ് 1951 കൺവെൻഷൻ. 1951 റെഫ്യൂജി കൺവെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിനെ ഒഫീഷ്യലി കൺവെൻഷൻ റിലേറ്റിംഗ് ടു ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ് എന്നാണ് പരാമർശിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി ഇതെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് റെഫ്യൂജിയുമായി ബന്ധപ്പെട്ട ഒരു ലീഗൽ ഡോക്യുമെന്റ് തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് തന്നെ റെഫ്യൂജീസിന് ഒരു ഡെഫിനിഷൻ നൽകിയത്. അവർക്ക് കുറച്ച് റൈറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്തത് ഇതാണ്. അപ്പൊ അവരൊരു ഡെഫിനിഷൻ നൽകി. ആർട്ടിക്കിൾ 1 തന്നെ ഈ ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് ഈ ഡെഫിനിഷൻ എന്ന് നമുക്ക് നോക്കാം. എ പേഴ്സൺ ഓയിങ് ടു വെൽ ഫൗണ്ട് ഫിയർ, നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണ്.
ഈ ഇതിന്റെ ഒരു ഡെഫിനിഷൻ. റേസ്, റിലീജിയൻ, നാഷണാലിറ്റി, മെമ്പർഷിപ്പ്. അപ്പൊ ഇങ്ങനെ അവരിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നവർ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്നവരെയാണ് നമ്മൾ അഭയാർത്ഥി എന്ന് പറയുന്നത്. ഫോഴ്സ്ഫുള്ളി പോകേണ്ടി വരുന്നവരായിരിക്കാം. പിന്നെ അവരുടെ ഒരു അധികാരം, അവരുടെ ഒരു അവകാശമായി നോൺ റെഫോൾമെന്റ്, ജീവന് പ്രശ്നം, സ്വാതന്ത്ര്യത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ തിരിച്ചയക്കാൻ പാടില്ല. എന്തൊക്കെ റൈറ്റ്സ് ആണ് ഇത് പറഞ്ഞത് എന്ന് വെച്ചാൽ, റെഫ്യൂജീസ് മസ്റ്റ് ബി ഗ്രാൻഡഡ് റൈറ്റ്സ് സിമിലർ ടു ദ നാഷണൽസിന് കിട്ടുന്നത് പോലെ ഏകദേശം റൈറ്റ്സ് ഒക്കെ അവർക്കും കിട്ടണം. കോർട്ട് ആക്സസ് ചെയ്യണം, വിദ്യാഭ്യാസം, ജോലി ചെയ്യാനുള്ളത്. ചിലതൊക്കെ റെസ്ട്രിക്ഷൻ കാണും. ഇപ്പോൾ അവിടുത്തെ മിലിറ്ററിയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ പാടായിരിക്കും. പബ്ലിക് റിലീഫ് ആൻഡ് അസിസ്റ്റൻസ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തോട്ട് കുറച്ച് ആളുകൾ വരികയാണ്, എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഇവിടെ റെഫ്യൂജി ആയിട്ട് വന്നതിന് ഇവിടുത്തെ PSC UPSC ടെസ്റ്റ് ഒക്കെ എഴുതണം, എന്നിട്ട് അവരങ്ങ് IAS ഉദ്യോഗസ്ഥരായാലോ അത് നമ്മൾ കൊടുക്കുവോ? ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇവിടെ ജോലി ഇല്ലാതിരിക്കും. അപ്പൊ അവരും കൂടെ വന്ന് ഇവിടെ ഇരുന്ന് PSC ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണും. അപ്പൊ എല്ലാ ജോലിയും ചെയ്യാൻ സമ്മതിക്കണം എന്നില്ല. പബ്ലിക് റിലീഫ് ആൻഡ് അസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഐഡന്റിറ്റി ആൻഡ് ട്രാവൽ ഡോക്യുമെന്റ്സ്. ഈ റൈറ്റുകളൊക്കെയാണ് 1951 കൺവെൻഷനിൽ പറഞ്ഞ റൈറ്റുകൾ. ഓൾറെഡി നമ്മൾ ഇതൊക്കെ പഠിച്ചു. ഇനി എക്സ്ക്ലൂഷൻ ഉണ്ട്. നമ്മൾ 1F എന്ന് പറഞ്ഞില്ലേ, ഇൻഡിവിജ്വൽസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം റെഫ്യൂജി പ്രൊട്ടക്ഷൻ ഇഫ് ദേ. കുറച്ച് പ്രൊട്ടക്ഷൻ എപ്പോഴാണ് ഒഴിവാകുന്നത്? സീരിയസ് ക്രൈം ചെയ്തവരാണ്. ആർ എ ത്രെറ്റ് ടു ദ സെക്യൂരിറ്റി ഓഫ് ദ ഹോസ്റ്റ് കൺട്രി. നമ്മുടെ രാജ്യത്തിന് ഒരു ഭീഷണിയാണ്, നമ്മുടെ രാജ്യത്തേക്ക് വന്നത് ഒരു ചാരനാണ്, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനായി വന്ന ടെററിസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആർ റിസീവിംഗ് പ്രൊട്ടക്ഷൻ ഓർ അസിസ്റ്റൻസ് ഫ്രം UN ഏജൻസീസ് അതർ ദാൻ UNHCR. UNHCRൽ പുറമെ വേറെ ഏതെങ്കിലും UN ഏജൻസിയിൽ നിന്ന് ഒരു അസിസ്റ്റൻസ് ഉള്ള ആളാണെങ്കിൽ ആൾക്ക് ചില ലിമിറ്റേഷൻസ് ഒക്കെ കാണും. എക്സ്ക്ലൂഷൻ ആണ് 1F. ഇനി ടെമ്പറൽ ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ. കൺവെൻഷൻ ഓൺലി അപ്ലൈ ടു റെഫ്യൂജി ഫ്രം ഇവന്റ്സ് ഒക്കറിംഗ് ബിഫോർ. അപ്പൊ 1951 ജനുവരി 1 മുമ്പുള്ളവർക്ക് ഈ റൈറ്റ്സുകൾ ഒന്നും തന്നെ ബാധകമല്ല. 1951 ജനുവരി 1 ശേഷം, ജനീവ കൺവെൻഷൻ പറഞ്ഞതിന് ശേഷമാണ് ഈ റൈറ്റുകൾ. അപ്പോൾ ഇത് കൂടുതലും യൂറോപ്പിലൊക്കെയാണ് ബാധകം, ജനീവയാണ്. അങ്ങനെയാണ് 1967 പ്രോട്ടോകോൾ വരുന്നത്. 1951 ചില ലിമിറ്റേഷൻസ് ആണ് 67 ഒഴിവാക്കിയത്. അവർ ഈ ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് പറഞ്ഞത് അങ്ങ് എടുത്തു കളഞ്ഞു, എക്സ്റ്റെൻഡ് ചെയ്തു 1951 കൺവെൻഷൻ ടു ഓൾ റെഫ്യൂജീസ് ഗ്ലോബലി റിഗാർഡ്ലെസ് ഓഫ് ദ ഡേറ്റ്, ലൊക്കേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ 1951 നമ്മുടെ ജനീവ പറഞ്ഞത് 51 മുമ്പ് റെഫ്യൂജി ആയിട്ടുള്ളവർക്ക് ഈ അവകാശങ്ങളില്ല, അതുപോലെ ഇത് കൂടുതൽ യൂറോപ്പിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. 1967 പ്രോട്ടോകോൾ വന്നപ്പോൾ പറഞ്ഞു ഡേറ്റ് ഒന്നും ഇല്ല, റെഫ്യൂജി എല്ലാം റെഫ്യൂജി തന്നെ, അവർക്കെല്ലാം ഈ അധികാരമുണ്ട്, അവകാശമുണ്ട്. പിന്നെ പറഞ്ഞു ലൊക്കേഷൻ ഒരു ബാധകമല്ല, ഇന്റർനാഷണൽ ഇത് ഈ ഒരു അവകാശമുണ്ട്. അപ്പൊ ലിമിറ്റേഷൻസ് എടുത്തു കളഞ്ഞതാണ് 1967 പ്രോട്ടോകോൾ. ഇനി ഇന്ത്യ എന്താണ് 1951 കൺവെൻഷനുമായി ബന്ധപ്പെട്ടത്? ഇന്ത്യ ഈസ് നോട്ട് എ പാർട്ടി ഓഫ് ദ 1951 റെഫ്യൂജി കൺവെൻഷൻ. 1967 പ്രോട്ടോകോളുമായിട്ടും ഇന്ത്യക്ക് വലിയ കണക്ഷൻ ഒന്നുമില്ല, രണ്ടുമായിട്ടും ബന്ധമില്ല. എന്നാൽ ഹിസ്റ്റോറിക്കലി ഹോസ്റ്റഡ് റെഫ്യൂജീസ്, ഇപ്പൊ ടിബറ്റൻ, ശ്രീലങ്കൻ, തമിഴൻസ്, അഫ്ഗാൻ, നമ്മൾ പലവർക്കും പ്രൊട്ടക്ഷൻ നൽകാറുണ്ട്. ഇപ്പൊ ടിബറ്റൻസ് ആണെങ്കിലും ശ്രീലങ്കൻ തമിഴൻസിനാണെങ്കിലും അഫ്ഗാനും ഒക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഹ്യൂമാനിറ്ററി, നമ്മളുടെ മനുഷ്യാവകാശ കാരണങ്ങൾ, നമുക്ക് മനുഷ്യത്വപരമായ ഡീലിങ്സ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ ദലൈലാമയ്ക്കൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തില്ലേ? ഇപ്പൊ നമ്മളുടെ ഒരു മനുഷ്യാവകാശ സംരക്ഷണം, അല്ലെങ്കിൽ നമ്മൾ നല്ല സ്നേഹികളാണ്, മനുഷ്യരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മള് ഈ 1951 കൺവെൻഷനിലോ 1967 പ്രോട്ടോകോളിലോ ഒന്നും അംഗങ്ങളല്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സംരക്ഷണമൊക്കെ നൽകാറുണ്ട്, ഒഫീഷ്യലി അംഗമാകുന്നില്ല. ഇനി എന്താണ് അസൈലം? ഓൾറെഡി അസൈലത്തിന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ മറന്നുപോയെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രം, വലുതായിട്ടൊന്നും പറയുന്നില്ല. ഇത് ഒരു ആൾക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ ഒരു ആപ്ലിക്കേഷൻ അയക്കണം, അത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകാം. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല, അസൈലം സീക്കർ അവിടെ നിൽക്കേണ്ടി വരും. ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ അവർക്ക് അവിടെ പോകാൻ പറ്റൂ. അപ്പോൾ എന്താണ് റെഫ്യൂജിയും അസൈലും തമ്മിലുള്ള ഡിഫറൻസ്? ഇവിടെ ഒരു ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട് റെഫ്യൂജിക്ക്. അസൈലം എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ മെക്കാനിസം ആണ്. അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് അയക്കുന്നു, അപ്പോൾ ഓക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. ആഫ്റ്റർ ഫ്ലീയിങ് ഫ്രം ഹോം കൺട്രിയിൽ നിന്ന് പോകുന്നു. ഇവിടെ ചിലപ്പോൾ അറൈവിങ് ഇൻ ബോർഡർ ഓഫ് അനദർ കൺട്രി, വേറൊരു രാജ്യത്തിന്റെ ബോർഡറിൽ നിന്നുകൊണ്ടായിരിക്കാം റിക്വസ്റ്റ് അയച്ച് ഞാൻ കേറ്റവും ചോദിക്കുന്നത്. റിക്കഗ്നൈസ്ഡ് ബൈ UN ഓർ ഹോസ്റ്റ് കൺട്രി. അപ്പൊ UN അക്സെപ്റ്റ് ചെയ്തതാണ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യണം.
നമ്മളുടെ ആ ഒരു രാജ്യത്തിന്റെ അംഗീകാരം കിട്ടിയതിനു ശേഷം അങ്ങോട്ട് കടക്കാൻ പാടുള്ളൂ. അപ്പൊ വെയിറ്റ് ചെയ്യണം. ഗ്രാൻഡ് റെഫ്യൂജി സ്റ്റാറ്റസ് ബൈ UNHCR. UNHCR ആണ് റെഫ്യൂജി സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അസൈലം ഒക്കെ എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെ പല രീതിയിലാണ്. അസൈലം ചിലപ്പോൾ ഓരോ രാജ്യങ്ങൾക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം അവർ തീരുമാനിച്ചതിനു ശേഷം നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു, റെഫ്യൂജി. ഇനി നമുക്ക് ഇൻഡിജിനസ് പീപ്പിളിലേക്ക് പോകാം. എന്താണ് ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ആദിവാസികൾ എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് അവരുടേതായ ഒരു കൾച്ചർ ഉണ്ട് അല്ലെ, അവർക്ക് അവരുടേതായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പൊ ആദിവാസി മൂപ്പൻ പറയുന്നതായിരിക്കും അവരുടെ കാര്യങ്ങൾ. അവരുടേതായ രീതിയിലുള്ള വിദ്യാഭ്യാസവും അവർക്ക് അവരുടേതായ കാട്ടുമരുന്നുകളും വന ഉൽപ്പന്നങ്ങൾ, അവരുടേതായ ജീവിത രീതി, ഒരു സ്പെഷ്യൽ കാറ്റഗറി, നമ്മളിൽ നിന്ന് വ്യത്യസ്തരാണ് അല്ലെ. അപ്പൊ ഇപ്പൊ കാടിനുള്ളിലൊക്കെ തന്നെ ഒരുപാട് ആദിവാസി വിഭാഗങ്ങളുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ വേറെ രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അവരുടെ പ്രസവമൊക്കെ അവരുടെ വീടുകളിൽ തന്നെ പ്രത്യേക രീതിയിലൊക്കെയാണ്. അവർക്ക് ഒരുപാട് പ്രത്യേക കലാവിരുന്നുകളും കാര്യങ്ങളും ഒക്കെയുടെ ഫുഡ് സ്റ്റൈൽ വ്യത്യാസമാണ്. അപ്പൊ നമ്മളിൽ നിന്നൊക്കെ വേറൊരു കമ്മ്യൂണിറ്റിയായി ജീവിക്കുന്നവരെയാണ് നമ്മൾ ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ഡെഫിനിഷൻ ഒന്നും നമുക്ക് പറയാനില്ല. വേൾഡ് ബാങ്ക് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, ഈവൻ മറ്റൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇവരുടെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. വേൾഡ് ബാങ്കിന്റെയും അതുപോലെ UN-ന്റെ ഒക്കെ ഡെഫിനിഷൻ മാത്രമേ നിങ്ങളോട് എടുത്തു പറയാനുള്ളൂ. അപ്പൊ എന്താണ് വേൾഡ് ബാങ്ക് നമ്മളുടെ ഇവരെ കുറിച്ച് പരാമർശിച്ചത് എന്ന് നമുക്ക് നോക്കാം. വേൾഡ് ബാങ്ക് എന്താണ് ഇവരെ കുറിച്ച് പരാമർശിച്ചത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ ആണ്. അപ്പൊ ഇൻഡിജിനസ് പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിജിനസ് പേഴ്സൺ എന്ന് വെച്ചാൽ വേൾഡ് ബാങ്കിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഇത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച കുറച്ച് ജനതയാണ് ഇവർ ഇൻഡിജിനസ് പീപ്പിൾ ആയിട്ട് വിശേഷിപ്പിച്ചത്. അപ്പോ പിന്നോക്കം നിൽക്കുന്നവരാണ്, പരമ്പരാഗത പ്രാദേശിക സമൂഹങ്ങൾ ആ പരിസ്ഥിതിയിൽ അവർ അങ്ങനെ അങ്ങ് ജീവിച്ച് പോകുന്നവരാണ്, ഒരു പ്രത്യേക തദ്ദേശീയ സാമൂഹിക സാംസ്കാരിക ഗ്രൂപ്പുകളാണ്, അവരൊരു പ്രത്യേക വിഭാഗമാണ്. ഭൂമിശാസ്ത്രപരമായും അവരുടെ ആവാസ സ്ഥലം, പൂർവക പ്രദേശങ്ങൾ, പ്രകൃതി വിഭവങ്ങളുമായിട്ടൊക്കെ കൂടുതൽ ഇണങ്ങി ജീവിക്കുന്നവരാണ്. അപ്പോ അവർ നമ്മളുടെ പൊതുവായ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ വ്യത്യസ്ത ആചാരത്തിൽ, സാംസ്കാരിക രീതിയിൽ, സാമ്പത്തിക രീതിയിൽ, രാഷ്ട്രീയത്തിൽ ഒക്കെ വ്യത്യസ്തത പുലർത്തുന്നവരാണ്. ക്ലിയർ ആണ്. ഇനി നമ്മളുടെ രാജ്യത്തിന്റെ പൊതുഭാഷ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ പ്രാദേശിക ഭാഷ, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വേറെ ഭാഷ സംസാരിക്കുന്നവരാണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണ്. അപ്പോ ഇവരൊരു പ്രത്യേക ആളുകളാണ് ഇൻഡിജിനസ് പീപ്പിൾ. ഇൻഡിജിനസ് പീപ്പിൾ ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. അപ്പോൾ സെൽഫ് ഐഡന്റിഫിക്കേഷൻ, ഇപ്പൊ ഇവര് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ, സോഷ്യൽ ഗ്രൂപ്പ് റെക്കഗ്നിഷൻ ആണ്, കളക്റ്റീവ് അറ്റാച്ച്മെന്റ്, ജിയോളജിക്കലി അവർ പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങി ജീവിക്കുന്നു. ചിലപ്പോൾ കിണറോ നമ്മുടെ മോട്ടറോ പൈപ്പോ ഒന്നും കാണത്തില്ല, വെള്ളം റിവറിൽ നിന്ന് കോരി കുടിച്ച് ജീവിക്കുന്നവരായിരിക്കാം. കൾച്ചറൽ, എക്കണോമിക്, സോഷ്യൽ, നമ്മുടെ കൂട്ട് വലിയ വീടോ ഒന്നുമില്ല, മണ്ണ് കൊണ്ടുള്ള ഒരു കൊച്ചു കുടില് അല്ലെങ്കിൽ കമ്പുകൾ കൊണ്ടുള്ള ഒരു കൊച്ചു വീട്, അങ്ങനെയൊക്കെ ആയിരിക്കാം. അവർക്ക് വലിയ അത്യാഗ്രഹങ്ങളില്ല എന്ന് നമുക്ക് പറയാം അല്ലെ. ഇനി അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകണം എന്നില്ല. നമ്മൾ ഇത് എന്തോന്ന് കാട്ടുഭാഷയോ എന്ന് സിനിമകളിലൊക്കെ കോമഡിക്ക് പറയാറില്ലേ, അതുപോലെ അവരുടെ ലാംഗ്വേജ് വളരെ വ്യത്യസ്തമാണ്. ഇങ്ങനൊരു പുറം ലോകം ഉണ്ട് എന്ന് പോലും വിശ്വസിക്കാതെ, ഒന്നും അറിയാണ്ട്, സോഷ്യൽ മീഡിയയോ ടിവിയോ ഒന്നുമില്ലാണ്ട് ഒരു പ്രത്യേക നമ്മുടെ പണ്ട് പൂർവികർ ജീവിച്ചതുപോലെ ഇന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗക്കാർ. ഇനി UN-ന്റെ ഡെഫിനിഷൻ എന്താണ് UN-ന്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ, UN പറയുന്നത് ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്നത് അതായത് സ്വദേശി വ്യക്തി, അല്ലെങ്കിൽ UN പറയുമ്പോൾ ഇത് UN സാധാരണയായിട്ട് അംഗീകരിക്കുന്നില്ല. മാർട്ടിനസ് കൊബോ അദ്ദേഹമാണ് UN-ന് വേണ്ടി ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. അപ്പോ തങ്ങളുടെ പ്രദേശങ്ങളിൽ വികസിച്ച അധിനിവേശത്തിനു മുമ്പും കൊളോണിയൽ പൂർവമായ സമൂഹങ്ങളുമായി ആ ഒരു ചരിത്രപരമായി തുടർച്ച, പണ്ടത്തെ പൂർവികരുടെ ഒരു തുടർച്ച, ആ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭാഗം, ഒരു ജനങ്ങൾ, ഒരു കൂട്ടം ആളുകൾ സമൂഹത്തിന്റെ ആധിപത്യമില്ലാത്ത മേഖലകളായി മാറുന്നു. സ്വന്തം സാംസ്കാരിക രീതിയിൽ, സാമൂഹിക സ്ഥാപനങ്ങളിൽ, സ്വന്തം നിയമവ്യവസ്ഥയിൽ അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു.
അവരുടെ വംശം, അവരുടെ സ്വത്വം സംരക്ഷിക്കുക, വികസിപ്പിക്കുക, ഭാവി തലമുറകൾക്ക് കൈമാറുക, ഇതൊക്കെ തന്നെയാണ് അവരുടെ ദൗത്യമായി അവർ കരുതുന്നത്. നമുക്ക് ഇപ്പോ ആദിവാസികളൊക്കെ ഇപ്പൊ ഒത്തിരി മാറി, ഇപ്പൊ IAS-കാരും ഡോക്ടേഴ്സും ഒക്കെ ആയി. പക്ഷെ നമുക്കറിയാവുന്ന പാലക്കാട് ഒക്കെ ഉള്ള ചെറിയ വിഭാഗം, പക്ഷെ അതിനുള്ളോട്ട് പോകുമ്പോൾ മനുഷ്യരെ കാണുമ്പോൾ പേടിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ്, പീപ്പിൾ, നേഷൻ ഹാവിംഗ് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ആണ് നമ്മുടെ പഴയ ആളുകളുമായിട്ട്. പിന്നെയോ ഇവരുടെ സൊസൈറ്റി ഒരു പ്രിസർവ്ഡ് ആയിരിക്കും. അവർ അവരുടേതായ രീതിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ആൻസെസ്ട്രൽ ടെറിട്ടറീസില്, എത്തനിക് ഐഡന്റിറ്റിയില് അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. അവരുടേതായ കൾച്ചറിലാണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അവർക്ക് അവരുടേതായ നിയമവ്യവസ്ഥയാണ്. തെറ്റ് ചെയ്താൽ ഇന്ന രീതിയിലുള്ള ശിക്ഷ, അവരെല്ലാം അവരുടെ രീതിയാണ്, അല്ലാതെ കോടതിയിൽ വന്നിട്ടുള്ള അങ്ങനത്തെ രീതി അല്ല. ഇനി ഇവർക്ക് കുറച്ച് റൈറ്റുകളുണ്ട് അല്ലെ? എന്താണ് ഇവരുടെ റൈറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഇവരുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന UNDRIP ആണ് കേട്ടോ. UNDRIP ആണ് ഇവരുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന തദ്ദേശീയ ജനങ്ങളുടെ സംരക്ഷണം. 2007 ആർട്ടിക്കിൾ 33 ഇവരുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. UNDRIP ആർട്ടിക്കിൾ 33 ഇവരുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെയുള്ള വിഭാഗത്തെ ആ ഒരു രീതിയിൽ തന്നെ അവരെ പർട്ടിക്കുലർലി സംരക്ഷിക്കുകയാണ്. റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ട്. അവർക്ക് ഇവരുടേതായ ചില അവകാശങ്ങൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ അവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ ആണ്. അപ്പോ ഐക്യരാഷ്ട്ര സംഘടന, ഇപ്പൊ UN സെൽഫ് ഡിറ്റർമിനേഷൻ, UN ഡിക്ലറേഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾ, UNDRIP 2007 നിലവിൽ വരുന്നത്. അപ്പോൾ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്? തദ്ദേശീയർക്ക് അവരുടെ രാഷ്ട്രീയ പദവി സ്വതന്ത്രമായി നിർണ്ണയിക്കാനും അവരുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വികസനമൊക്കെ അവരെങ്ങനെയാണോ ജീവിച്ചു പോകുന്നത് അതേ രീതി പിന്തുടരാനുള്ള ഒരു അവകാശം നൽകുന്നുണ്ട്. പിന്നെ ലാൻഡ്, ടെറിട്ടറി, റിസോഴ്സസ്. ഇപ്പൊ അവര് നമ്മുടെ വനഭൂമിയിലൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷെ വനഭൂമി അവര് ചെയ്യുന്നത് നമ്മുടെ ജനങ്ങൾ ചെയ്യുന്നത് പോലെ ചന്ദനമരങ്ങൾ വെട്ടുകയും മറ്റു മരങ്ങളും വെട്ടി നശിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല. അവർ ആ നദികളൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ പൊല്യൂഷൻ ആക്കാനല്ല. അവർ വളരെ നല്ല രീതിയിൽ പ്രകൃതിയോട് ഒത്തിണങ്ങി ജീവിക്കുന്നവരാണ്. അപ്പോ അവര് തദ്ദേശ സമൂഹങ്ങൾ അവരുടെ പൂർവിക ഭൂമിയുടെ ചരിത്രം, ആത്മീയത, സാംസ്കാരികം ആ ഒരു നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഒരു തരത്തിൽ നമ്മുടെ ഭൂമിയോ വനത്തെയോ ഒന്നും അവർ നശിപ്പിക്കുന്നവരല്ല. അപ്പോൾ അവര് പരമ്പരാഗതമായി കൈവശം വെച്ചിരിക്കുന്ന ആ ഭൂമി അവത് സ്വന്തമായി അവർക്ക് ഉപയോഗിക്കാനും അത് വികസിപ്പിക്കാനും അത് എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കാനുള്ള പൂർണ്ണമായ അവകാശം അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ അവരെ അവിടുന്ന് ആ വനഭൂമി നമ്മുടേതാണ്, ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞ് ഇറക്കി വിടാനുള്ള അവകാശമില്ല. റൈറ്റ് ടു കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി, അവരുടെ കൾച്ചർ ആ രീതിയിൽ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. അവരുടെ ഭാഷ, അവരുടെ പാരമ്പര്യം, അവരുടെ ചടങ്ങുകൾ അവരുടെ സ്വന്തം ഭാഷയിലാണ് അവർ വിദ്യാഭ്യാസം ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ പിന്നെ അവരെങ്ങനെയാണോ ജീവിച്ചു പോകുന്നത് അത് പൂർണ്ണമായും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി റൈറ്റ് ടു ഫ്രീ, പ്രയർ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ്, അതായത് മുൻകൂട്ടിയും അതായത് ജനതയുടെ യഥാർത്ഥ സമ്മതമില്ലാതെ, ആ മുഴുവൻ ജനങ്ങളുടെ സമ്മതമില്ലാതെ അവിടെ ഒരു തരത്തിലുള്ള വികസനത്തിനും പോകരുത്. അവരുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ പാടില്ല. അവരെ കുടിയിറക്കാനും പാടില്ല. അവരുടെ പൂർണ്ണ സമ്മതമില്ലാതെ അവരെ എന്ത് ചെയ്യാൻ പാടില്ല? കുടിയിറക്കരുത്, ഡിസ്പ്ലേസ്മെന്റ് ചെയ്യരുത്, അവരുടെ സ്ഥലങ്ങൾ ചൂഷണം ചെയ്യരുത്, എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, റിസോഴ്സസ് വികസന പ്രവർത്തനങ്ങളുമായി അങ്ങോട്ട് ചേക്കേറരുത്. പിന്നെ സമത്വം, വിവേചനമില്ലായ്മ. അപ്പൊ അവിടെ ഇക്വാളിറ്റി, നോൺ ഡിസ്ക്രിമിനേഷൻ, അവര് ഡിസ്ക്രിമിനേഷൻ നടത്തരുത്, വിവേചനം നടത്തരുത്, അവർക്കൊരു ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണം. റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അവരെയും കൂടെ അംഗീകരിക്കുക, തീരുമാനമെടുക്കാനും സർക്കാർ സ്ഥാപനങ്ങൾ അവർ വരികയാണെങ്കിൽ അവരെയും കൂടെ പങ്കാളികളാക്കുക. പിന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ. അപ്പൊ അവർക്ക് ഇതിനൊക്കെ ഉള്ള ഒരു അവസരം നൽകുക. അവർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അവരുടെ വിദ്യാഭ്യാസം ചെയ്യാൻ, അവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശമൊക്കെ നൽകുക. ഇനി പ്രധാനപ്പെട്ട രീതിയിലേക്ക് പോവുകയാണ്. ഒന്നാമത്തത് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ആദിവാസി, സന്താളന്മാർ, ബിൽ, ഗോണ്ട് എന്നൊക്കെ പറയുന്ന നമ്മുടെ ആദിവാസികൾ. ഒരുപാട് ആദിവാസി വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. ആൻഡമാൻ നിക്കോബാറിലുണ്ട്, കേരളത്തിലുണ്ട്, മധ്യപ്രദേശിലും ഒക്കെ ഉണ്ട്. ഇനി ഓസ്ട്രേലിയയിലാണ് ടോറേസ് എന്ന് പറയുന്ന വിഭാഗം. USA, കാനഡയിലൊക്കെ ഇന്യൂറ്റ്, മേറ്റീസ് ഇതൊക്കെ ഉണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ കൊച്ച, ഐമറ, മപുഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിഭാഗങ്ങളുണ്ട്. ഒക്കെയാണ്. അപ്പോ ഇനി ഇന്യൂട്ട് എന്ന് പറയുന്ന വിഭാഗം
നമ്മളിപ്പോൾ പറഞ്ഞു ആർട്ടിക് മേഖലകളിലാണ്. തുപ്പി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അത് ആമസോൺ കാടുകളിലൊക്കെ കാണുന്നതാണ്. ലക്കോട്ട എന്ന് പറയുന്നത് അമേരിക്കയിൽ കാണുന്നതാണ്. ഇനി നമ്മുടെ അബോർജിനൽ പീപ്പിൾ ഉണ്ട്, ഓസ്ട്രേലിയയിലാണ്. അബോർജിനൽ പീപ്പിൾസ് ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. ഇതൊക്കെ ഇതിന്റെ മറ്റ് എക്സാമ്പിൾസ് ആണ്. ഇനി ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ്സ്, യുഎൻ ഡിക്ലറേഷൻ ഓഫ് റെഫ്യൂജി ഇൻഡിജിനസ് പീപ്പിൾ 2007, ഇതാണ് UNDRIP. നമ്മുടെ അന്താരാഷ്ട്ര തലത്തില് തദ്ദേശീയ അവകാശങ്ങളെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. വളരെ അംഗീകരിക്കപ്പെട്ടത് ഇത് തന്നെയാണ്, UNDRIP. അടുത്ത ILO കൺവെൻഷൻ ഉണ്ട്, അത് 1989-169 ആണ്. ഗോത്രവർഗക്കാരുടെ തദ്ദേശീയരുടെ അവകാശങ്ങൾ, ഭൂമി അവകാശങ്ങൾ, സാംസ്കാരിക സംരക്ഷണം ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നുള്ളത് ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ICCPR-ലും ICSCR-ലും എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ അവകാശങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങളൊക്കെ പരാമർശിക്കുന്നു. ഇനി നമ്മൾ ചില ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. എന്താണ് ഇൻഡിജിനസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ? Those who have historically continuity with pre-invasion and pre-colonial societies, ഇതാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമ്മുടെ ആൻസർ UN ആണ്. അടുത്തത് ILO-യുടെ ഏത് കൺവെൻഷനിലാണ്? ആർട്ടിക്കിൾ കൺവെൻഷൻ 169-ലാണ് ILO സംരക്ഷണം പറഞ്ഞത്. UNDRIP-യുടെ ഏത് ആർട്ടിക്കിളാണ്? സെൽഫ് ഡിറ്റർമിനേഷൻ ആർട്ടിക്കിൾ 3-ലാണ്. When was the United Nations Declaration on the Rights of Indigenous People UNDRIP adopt ചെയ്തത്? 2007. Which of the following is not right explicitly mentioned in the UNDRIP? UNDRIP-ൽ പറയാത്തത് എന്താണ്? മിലിറ്ററി ഫോഴ്സസ് പറഞ്ഞിട്ടുണ്ടോ? അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇല്ല. അവരുടെ നാച്ചുറൽ റിസോഴ്സസ് സംരക്ഷിക്കണം, കൾച്ചറൽ പ്രിസർവേഷൻ, പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പറഞ്ഞു. അക്കോർഡിംഗ് ടു ദ വേൾഡ് ബാങ്ക് ഡെഫിനിഷൻ കൾച്ചറൽ ഡിസ്റ്റിങ്ക്റ്റീവ്സ് ആൻഡ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആണ്. Which international day is observed to promote, protect rights? World Indigenous Population Day ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 ആണ്. What is the key principle related to the consultation with indigenous people before implementing law or projects affecting them? അപ്പോൾ മാക്സിമം കാര്യങ്ങളാണ് 1 അവറിലേക്ക് എത്തുന്നത് കേട്ടോ. സ്പീഡിൽ അതുകൊണ്ടാണ് വായിക്കുന്നത്. ഫ്രീ, പ്രയർ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ്. Which of the following instrument was the first to address indigenous rights to the international level? ഇന്റർനാഷണൽ ലെവലിൽ ആദ്യമായി അഡ്രസ് ചെയ്യപ്പെട്ടു എന്നാണ്. അത് ILO കൺവെൻഷൻ ആണ്. അത് 169, ആദ്യം 107-ലാണ്, പിന്നെ 169-ആണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ആദ്യം ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് 107-ലാണ്. Which of the body monitors the implementation ILO കൺവെൻഷൻ 169-ന്റെ പ്രാധാന്യം? കമ്മിറ്റി, എക്സ്പേർട്സ്, ആപ്ലിക്കേഷൻ, കൺവെൻഷൻ ആൻഡ് റെക്കമെൻഡേഷൻസ് ആണ്. ഇനി നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലേക്കാണ് പോകുന്നത്. യുണൈറ്റഡ് നേഷൻ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചിരുന്നു. യുഎന്റെ ബോഡീസ് 6 ബോഡീസ് ഉണ്ടെന്നും ഒരെണ്ണം ഇപ്പോൾ ഇല്ല എന്നും, പിന്നെ യുഎന്നിന്റെ ആരൊക്കെയാണ് യുഎന്നിന്റെ പ്രധാനപ്പെട്ട സെക്രട്ടറി ജനറൽസ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ക്ലിയർ ആണ്? അപ്പൊ എനിക്ക് ഇനി വേറെ കുറച്ച് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒന്നാമത്തത് ലീഗ് ഓഫ് നേഷൻ 2020 ജനുവരി 10-നാണ് നിലവിൽ വന്നത്. പാർട്ട് 1 അല്ലെ, ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുമ്പോൾ ഈ ലീഗ് ഓഫ് നേഷൻ നിലവിൽ വരുന്നു. ഈ ലീഗ് ഓഫ് നേഷൻ നിലവിൽ വന്ന ഡേറ്റ് ഒക്കെ പഠിക്കണേ. 2020 ജനുവരി 10. ഇത് നമ്മുടെ 1ാം വേൾഡ് വാറിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തിൽ നിലവിൽ വന്നതാണ്. ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്, ലീഗ് ഓഫ് കവനന്റ്. ഹെഡ്ക്വാർട്ടർ ഇതിന്റെ സ്വിറ്റ്സർലൻഡ് ആണ്, ജനീവയാണ്. അപ്പൊ ഇനി അന്താരാഷ്ട്ര സഹകരണം വേണം, സമാധാനം വേണം, സംരക്ഷണം വേണം, ഒരു തരത്തിലുള്ള യുദ്ധം ഇനി ഇവിടെ ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നിലവിൽ വന്നതാണ്. അന്താരാഷ്ട്ര തലത്തില് എങ്ങനെയാണ് നമ്മുടെ ഒരു ഔദ്യോഗിക സംഘടനകൾക്ക് തുടക്കം കുറിച്ചത് ചോദിച്ചാൽ 1815 വിയറ്റ്നാം കോൺഗ്രസ് സമ്മേളനമാണ്. വിയറ്റ്നാം കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളാണ് ഫ്രാൻസ്, ബ്രിട്ടൻ, അതുപോലെ ഓസ്ട്രിയ. 1860 രൂപം കൊണ്ട ഔദ്യോഗിക സംഘടനകളാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ, അതുപോലെ ഇന്റർനാഷണൽ ടെലിഗ്രാഫ് യൂണിയൻ ഒക്കെ 1860 രൂപം കൊണ്ട അന്താരാഷ്ട്ര സംഘടനകളാണ്. ഓക്കെയാണ്. അന്താരാഷ്ട്ര സംഘടനകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, അതിന് എക്സാമ്പിൾ ആണ് UN. അതുപോലെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ,
ഇതിന് എക്സാമ്പിൾ ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഒക്കെ. അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് വരുന്നു, സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമാക്കിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനി ഒരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ വേഴ്സായി സന്ധി പ്രകാരമൊക്കെയാണ് ഇത് നിലവിൽ വന്നത്. 1919 ജൂൺ 28 വേഴ്സായി കണ്ണാടി ഹാളിൽ വെച്ചിട്ടാണ് വേഴ്സായി ഉടമ്പടി വരുന്നത്. അപ്പൊ ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വരുന്നു. വുഡ്രോ വിൽസൺ ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. 14 നിർദ്ദേശങ്ങളാണ് വുഡ്രോ വിൽസൺ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ 1920 ജനുവരി 10 ഇത് നിലവിൽ വരുന്നു. ഇതിന് 26 ആർട്ടിക്കിളുകളാണ് ഉള്ളത്. 26 ആർട്ടിക്കിൾ. ഇനി രണ്ടാമതൊരു ലോകമഹായുദ്ധം വന്നതോടുകൂടി ഇതിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു. അപ്പോ എന്ത് ചെയ്യുന്നു? ഇതിനൊരു ഭരണഘടനയെ കവനന്റ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഭരണഘടനയാണ് കവനന്റ് എന്ന് വിളിക്കുന്നു. ആദ്യ സെക്രട്ടറി ജെയിംസ് എറിക് ഡ്രമണ്ട് ആയിരുന്നു. അവസാന സെക്രട്ടറി സീൻ ലെസ്റ്റർ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നാണ് ലീഗ് ഓഫ് നേഷൻസ് അറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി ഇത് അവസാനിക്കുകയാണ്. പിന്നാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭ വരുന്നത്. ഇനി നമ്മൾ ആഫ്രിക്കൻ യൂണിയനിലേക്ക് പോവുകയാണ്. ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുമ്പോൾ 55 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ആഫ്രിക്ക ലൊക്കേറ്റഡ് കോണ്ടിനെന്റ്സ് ഓഫ് ആഫ്രിക്കയുടെ 55 മെമ്പേഴ്സ് ആണ്. മെയ് 26, 2001 ജൂലൈ 9, 2002 ഫോർമലി ലോഞ്ച് ചെയ്തത്. ആഫ്രിക്കൻ യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി മുമ്പ് കണ്ടില്ലേ, 1963 to 2002 വരെയുള്ള ഇതാണ് ഇതിന്റെ ഒരു മുൻഗാമി. ഹെഡ് ക്വാർട്ടർ എത്യോപ്യയിലെ ആഡിസ് അബാബയാണ്. ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മുടെ ഫ്രഞ്ച് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അറബിക് ഉണ്ട്, പോർച്ചുഗീസ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്. ഇനി കിഷ്വാഹി ഈ ആഫ്രിക്കയിലെ ലാംഗ്വേജും ഉണ്ട്. മോട്ടോ എന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റഡ് പ്രോസ്പെറസ് പീസ്ഫുൾ ആഫ്രിക്ക. ആഫ്രിക്കയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ആഫ്രിക്കൻ യൂണിയൻ. 55 രാജ്യങ്ങളുടെയാണ്. ഇതിപ്പോ എന്തിൽ അംഗമായിട്ടുണ്ട്? നമ്മുടെ G20 അംഗമായിട്ടുണ്ട്. G21 എന്നാണ് ഇപ്പോൾ ആഫ്രിക്കൻ യൂണിയൻ കൂടെ വന്നപ്പോൾ പറയുന്ന പേര്. ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് കുറച്ച് ഗ്രേറ്റർ യൂണിറ്റി നിലനിർത്തുക, ആഫ്രിക്കൻ കൺട്രീസിൽ പരമാധികാരം, ടെറിട്ടറി ഒക്കെ സംരക്ഷിക്കുക, പൊളിറ്റിക്കൽ സോഷ്യൽ എക്കണോമിക് ഇന്റഗ്രേഷൻ, പീസ്, സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്. ജനാധിപത്യം സംരക്ഷിക്കുക, ഹ്യൂമൻ റൈറ്റ്സ് സംരക്ഷിക്കുക, ഗുഡ് ഗവേണൻസ്, സദ്ഭരണം എല്ലായിടത്തും എത്തിക്കുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക, ട്രേഡ്, ഡിഫൻസ്, ഹെൽത്ത്, ഇതിലൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ടാവുക, പരസ്പരം സഹകരിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ്. പീസ്. അപ്പോൾ പീസിന്റെ പല റോളിലും സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി പല സന്ദർഭങ്ങളിലും ഇവര് പല തർക്കങ്ങളിലും ഒരുമിച്ച് നിന്നിരുന്നു. ഇനി ആഫ്രിക്കൻ യൂണിയൻ 2000 കോൺസ്റ്റിറ്റ്യൂട്ടീവ് ചാർട്ടർ, ഹ്യൂമൻ റൈറ്റ്സ്, കണ്ടോ, മലാബോ പ്രോട്ടോകോൾ, മാപ്പൂറ്റോ പ്രോട്ടോകോൾ, ഇങ്ങനെ പല പ്രോട്ടോകോൾ വന്നു. അതൊന്നും നമ്മൾ പഠിക്കേണ്ട. ജസ്റ്റ് 55 കൺട്രീസ് ഉണ്ട്, ഇന്ന് നിലവിൽ വന്നു, വർഷം, ഇതിന്റെ ആസ്ഥാനം, ഇതൊക്കെ പഠിച്ചു വെക്കുക. അപ്പോ പ്ലേഡ് ഹെൽത്ത് കോർഡിനേഷൻ, പ്രൊമോട്ടർ റീജിയണൽ ഇന്റഗ്രേഷൻ, പീസ് എഫേർട്സ്, പല കാര്യങ്ങൾ ഇത് ചെയ്തു. 55 പേരാണ് ടോട്ടൽ ഉള്ളത്. ഇനി നമ്മൾ അടുത്തൊരു ഓർഗനൈസേഷനിലേക്ക് പോവുകയാണ്, നാറ്റോ. എന്താണ് നാറ്റോ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. ഫുൾ നെയിം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അല്ലാതെ 49 ഏപ്രിൽ 4 നിലവിൽ വന്നത്. 49 പ്രത്യേകത രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സംഘടനയായിട്ട് നിലവിൽ വന്നതാണ്. ആസ്ഥാനം ചോദിക്കാറുണ്ട്. ബെൽജിയത്തിൽ ബ്രസൽസ് എന്ന സ്ഥലമാണ് ആസ്ഥാനം. അപ്പോ വാഷിംഗ്ടൺ ട്രീറ്റി ആണ് ഇത് നിലവിൽ വരാൻ കാരണം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി അല്ലെങ്കിൽ വാഷിംഗ്ടൺ ട്രീറ്റി, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണിത്. 49 ഏപ്രിൽ 4 നിലവിൽ വന്നു. ഇതിന്റെ മോട്ടോ എന്ന് വെച്ചാൽ ആനിമസ് ഇൻ കോൺസുലേഡോ ലിബർ. അപ്പൊ ഈ മൈൻഡ് അൺഫെറ്റേർഡ് ഇൻ ഡെലിബറേഷൻ ആണ്. 32 കൺട്രികളാണ് ഇതുവരെ ഉള്ളത്. ഫിൻലാൻഡ് ആയിരുന്നു ലേറ്റസ്റ്റ് മെമ്പർ. ആദ്യം 2023 ഫിൻലാൻഡും ഇപ്പൊ 2024 ലേറ്റസ്റ്റ് മെമ്പർ ആണ് സ്വീഡൻ. അപ്പോൾ ഏറ്റവും പുതിയ നാറ്റോയുടെ അംഗരാജ്യമാര് എന്ന് ചോദിച്ചാൽ സ്വീഡൻ ആണ്. ഫിൻലാൻഡ്, സ്വീഡൻ ആണ് പുതിയ അംഗരാജ്യങ്ങൾ. ഫിൻലാൻഡ് 2023 24 ലേറ്റസ്റ്റ് സ്വീഡൻ ആണ്. ഇപ്പൊ എത്ര അംഗരാജ്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 32 അംഗരാജ്യങ്ങളുണ്ട്. അപ്പൊ ഇവരും ഡിഫൻസ്, അറ്റാക്ക്, ആരെങ്കിലുമൊക്കെ അറ്റാക്ക് ചെയ്താൽ ഒന്നിച്ച് അവര് ഒരു കൂട്ടമായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യും ബാക്കിയുള്ളവരെ. സേഫ് ഗാർഡ് ഫ്രീഡം, സെക്യൂരിറ്റി മെമ്പർ, പൊളിറ്റിക്കൽ മിലിറ്ററി മീൻസ്, പ്രൊമോട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ്, പീസ്ഫുൾ, പിന്നെ ക്രൈസിസ് മാനേജ്മെന്റ് ഓപ്പറേഷൻസിലൊക്കെ ഒന്നിക്കുക. ഇതൊക്കെയാണ് അവരുടെ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ 32 രാജ്യങ്ങളാണ് ഇതിലെ അംഗങ്ങൾ. USA, UK, ഫ്രാൻസ്, കാനഡ, ഇറ്റലി, നോർവേ, ഡെൻമാർക്ക്, ബെൽജിയം, നെതർലാൻഡ്, ലക്സംബർഗ്, പോർച്ചുഗൽ, ഐസ്ലാൻഡ് എല്ലാം
ഏറ്റവും വലിയ പ്രബലരായ രാജ്യങ്ങളാണ് ഈസ്റ്റേൺ യൂറോപ്പ്, പോളണ്ട്, റൊമാനിയ ആഫ്റ്റർ കോൾഡ് വാർ, ശീതയുദ്ധത്തിന് ശേഷം അവർ വരുന്നു. ഫിൻലാൻഡ് 2023, സ്വീഡൻ 2024. ഇനി യൂറോപ്യൻ യൂണിയനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പൊ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ 27 യൂറോപ്യൻ കൺട്രീസ്, നമ്മുടെ UK ബ്രിട്ടൻ എക്സിറ്റ് ആയി, ബ്രെക്സിറ്റ് എന്നതിൽ നിന്ന് അല്ലാതെ 28 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രിട്ടൻ എക്സിറ്റ് ആയപ്പോൾ 27 മെമ്പേഴ്സ് ആണ്. അപ്പൊ എക്കണോമിക് കോർപ്പറേഷൻ, പീസ്, സ്റ്റെബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു. മെമ്പർ സ്റ്റേറ്റ്സിന് സഹകരണം, പരസ്പര സഹകരണത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിലവിൽ വരുന്നത്. 1951 യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി ഇനിഷ്യലി വരുന്നത്. ഇതാണ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയായി 1957 മാറി. ഇത് പിന്നെ യൂറോപ്യൻ യൂണിയനായി 1993 മാറുന്നു. ഏത് ട്രീറ്റി വെച്ചിട്ടാണ്? മാസ്ട്രിക്റ്റ് ട്രീറ്റി വെച്ചിട്ടാണ്. ഇത് മാസ്ട്രിക്റ്റ് ട്രീറ്റി വെച്ചിട്ടാണ് 1993 യൂറോപ്യൻ യൂണിയനായി മാറുന്നത്. ഇപ്പൊ 2025 ഇതിന് 27 കൺട്രീസ് ആണ് ഉള്ളത്. നമ്മുടെ UK ആണ് എക്സിറ്റ് ആകുന്നത്. അവരുടെ എക്സിറ്റിന്റെ പേര് ബ്രെക്സിറ്റ് എന്നായിരുന്നു. യൂറോപ്യൻ യൂണിയൻ 2020 ഇവർ എക്സിറ്റ് ആയത്. ബ്രെക്സിറ്റ് എന്നാണ് എക്സിറ്റിന്റെ പേരിട്ടത്. ട്രീറ്റി ഓർക്കുക, മാസ്ട്രിക്റ്റ് ട്രീറ്റി. എത്ര മെമ്പേഴ്സ്? 27. നേരത്തെ 28. 2020 UK എക്സിറ്റ് ആയി. ഹെഡ് ക്വാർട്ടർ ബെൽജിയം, ബ്രസൽസ് തന്നെയാണ്. ഇതിനു മുമ്പ് നമ്മൾ ബെൽജിയം, ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം എന്ന് കണ്ടില്ലേ? ഇതും അതുപോലെ തന്നെ. മോട്ടോ എന്ന് പറയുന്നത് യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്. യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. ഒബ്ജക്റ്റീവ്സ്: എക്കണോമിക് ഇന്റഗ്രേഷൻ, പൊളിറ്റിക്കൽ കോപ്പറേഷൻ, മോണിറ്ററി യൂണിയൻ, പീസ് ആൻഡ് സ്റ്റെബിലിറ്റി, പിന്നെ എൻവയോൺമെന്റൽ സോഷ്യൽ ഗോൾസ് ആണ്. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില ടോപ്പിക്സിലൂടെയാണ് ഇന്ന് പോയത്. നമുക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പറയാനുണ്ടായിരുന്നു, റെഫ്യൂജീസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു, ഇൻഡിജിനസ് പീപ്പിൾസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു, എൻവയോൺമെന്റിനെ കുറിച്ചും പറയാനുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. നമ്മൾ ഈ ഓർഗനൈസേഷൻസ് തന്നെ യൂറോപ്യൻ യൂണിയൻ കണ്ടു, അതുപോലെ തന്നെ നാറ്റോ കണ്ടു, പിന്നെ നമ്മളുടെ ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ച് പരാമർശിച്ചു, ആഫ്രിക്കൻ യൂണിയൻസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ വിയറ്റ്നാം 1951 റെഫ്യൂജീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരുപാട് ടൈം കൊണ്ട് തീർക്കുന്ന ക്ലാസ്, നിങ്ങൾക്കൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വേണ്ട പോയിന്റ്സുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്ത് പറയുകയാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് ഈ 1 hour ക്ലാസ്. മാക്സിമം കണ്ടന്റ് ആണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. PDF ഒരിക്കൽ കൂടി വായിക്കുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആകും. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ്, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചു വെക്കുക. വേണ്ട പോയിന്റുകൾ മാത്രമേ ക്ലാസ്സിലുള്ളൂ. ആ ക്വസ്റ്റ്യൻസും കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഓൾറെഡി സെറ്റ് ആകും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ എം ഫേവറിലൂടെ